എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജനി ഹരിദാസ് and welcome to the launch episode of The Green Room. Shake up. What's up? Hello. My kinky buzz. എൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്, ലോഞ്ച് എപ്പിസോഡാണ്. സോ ഈ എപ്പിസോഡിൽ ആരെ ഗസ്റ്റായിട്ട് കൊണ്ടുവരണം എന്ന് എനിക്ക് കുറേ നേരം ആലോചിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോൾ ഇങ്ങനത്തെ ഒരു ഷോ തുടങ്ങും അപ്പോൾ ഈ ഒരു ആർട്ടിസ്റ്റിനെ തന്നെ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ കൊണ്ടുവരണം എന്നൊരാഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ. ഫൈനലി 2025 ഇന്നാണ് അത് നടക്കുന്നത്. ആൻഡ് യു നോ ഹു ഐ എം ടോക്കിംഗ് അബൌട്ട്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. എൻ്റെ ലോഞ്ച് എപ്പിസോഡ് ദ ഗ്രീൻ റൂമിൽ ദ ഫസ്റ്റ് എപ്പിസോഡായിരുന്നത് നമ്മൾക്ക് എല്ലാവർക്കും സ്വന്തമായ മലയാളത്തിൻ്റെ വാനമ്പാടി, നിങ്ങളുടെ ചിത്ര ചേച്ചി, പക്ഷെ എൻ്റെ പൂച്ച ചേച്ചി. ചേച്ചിനൊക്കെ ഉണ്ടായ പൂച്ചപ്പള്ളിയില്ലേ? ആർക്കും തോന്നില്ലേ? കണ്ണാടിയിൽ എന്റെ ഞാൻ പേടിച്ച ഒരു പ്രേതത്തിന്റെ ഒക്കെ പോലെ ഇരുന്നു. ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കും. എന്താ മെസ്സേജ്? ലെഗ്സ് ഡൗൺ, ലെഗ്സ് ഡൗൺ എന്നൊക്കെ പറഞ്ഞു she'll send me messages. ജോലി കിട്ടിയിട്ട് ഒരു full കണ്ടൻസ് മിൽക്ക് മേടിച്ച് തന്നെ കഴിക്കണം. റാമ്പിന്റെ ചുറ്റും ക്യാമറയും പിടിച്ച് ഇങ്ങനെ ആൾക്കാർ നിൽക്കുക. എനിക്ക് ബി പി കൂടിയിട്ട് എനിക്ക് ടെൻഷനായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. The Nun, അതുങ്ങ Orphan. അതുങ്ങ My gosh, well done. ക്യാൻഡി ക്രഷ് കളിക്കും, ബേർഡ് സോട്ട് കളിക്കും, കളർ സോട്ട് വാ. കട്ട് തിന്നുക, കട്ടെടുക്കുക. കട്ടെടുക്ക, എനിക്കറിയാം. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി. My kinky buzz. ചിത്ര ചേച്ചി ആദ്യത്തെ എപ്പിസോഡാണ്. ബട്ട് ബിഫോർ എനിത്തിങ്, ഒരു ചാറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതൊരു തുടക്കമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിന് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന രീതിയിൽ ഒന്ന് എനിക്ക് ചേച്ചിനെ ഇവിടെ വേണമായിരുന്നു. ബിക്കോസ് യു ആർ സോ പേഴ്സണൽ ടു മീ, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. ടു, ഐ തിങ്ക് ഞങ്ങൾ എല്ലാവരും ചേച്ചിനെ കാണുന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ്. അപ്പോൾ ഈ ഷോനൊരു ബ്ലെസ്സിങ് ആയിട്ട് ചേച്ചി തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു 4 വരി പാട്ട്, എന്താ ഒരു ഭക്തിഗാനമായി. ഭക്തിഗാനം. ഓക്കെ, ഞാനൊരു ശ്ലോകം പാടാം. യെസ് ചേച്ചി പ്ലീസ്. ഗജാനനം ഭൂതഗണാദി സേവിതം, ഗജാനനം ഭൂതഗണാദി സേവിതം, കപിത്തജംബോഫല സാരഭക്ഷിതം, ഉമാസുതം ഉമാസുതം ഉമാസുതം, ശോകവിനാശകാരണം നമാമി 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 വിഘ്നേശ്വര പാദപങ്കജം Thank you so much. ചേച്ചി പാടിയ, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ചേച്ചി ഇവിടെ പാട്ട് ഓഫ്കോഴ്സ് നമുക്ക് വേണ്ടി പ്രെയർ പാടുമ്പോൾ മാത്രമല്ല, ഞങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ കുറച്ച് റിസർച്ച് ചെയ്യുമല്ലോ. ഒരാളെ എത്ര പരിചയം ഉണ്ടെങ്കിലും നമ്മൾ റിസർച്ച് ചെയ്യും. അപ്പോൾ ചേച്ചിയെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ റിസർച്ച് ചെയ്യാനിരിക്കും. എന്നിട്ട് ഞങ്ങളൊരു പാട്ട് കേൾക്കും, അവിടെ സ്റ്റക്കായി പോകും. അയ്യോ, പിന്നെ ആ വഴി ഞങ്ങൾ ആ പാട്ടിന്റെ ലോകത്തേക്ക് പോകും. പിന്നെ അവിടെ കുറെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് റിസർച്ച് ഒക്കെ പോയി, പിന്നെ വീണ്ടും അടുത്ത റിസർച്ച് തുടങ്ങും, പിന്നെയും പാട്ടിലേക്ക് എത്തും. പിന്നെ ആ പാട്ട് കേൾക്കുമ്പോൾ അവിടുന്ന് വേറെ പാട്ടിൽ പോകും, അവിടുന്ന് വേറെ പാട്ടും. ചേച്ചിയുടെ പാട്ടിന്റെ ലോകം ഞങ്ങളെയൊക്കെ ട്രാപ്പ് ചെയ്തിട്ടേക്കുവാണ് എന്ന് പറഞ്ഞ് തന്നെ എനിക്ക് തുടങ്ങണം. ബിക്കോസ് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ക്രേസി. ബിക്കോസ് ഇന്നിപ്പം ചേച്ചി എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുമ്പം ചേച്ചിയുടെ ഒരു കരിയറിലെ 45 വർഷം കംപ്ലീറ്റ്
ആവുന്ന ഒരു വേളയിലാണ്. അപ്പോൾ ഈ 45 ഇയേഴ്സ് സെലിബ്രേറ്റ് ചെയ്യുമ്പം തിരിഞ്ഞു നോക്കുമ്പം KS ചിത്ര എന്ന ഗായികയ്ക്കല്ല, KS ചിത്ര എന്ന സ്ത്രീക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത്? അഫ്കോഴ്സ് ലോങ് ടൈം ആണെന്ന് പറയാൻ ഈസിയാണ്, പക്ഷേ ഈ കരിയറിൽ യു ബിൻ സോ ബിസി. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ എൻ്റെ 25 ഇയേഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് എന്നെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ 25 ആയോ, അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ടൈം ഫ്ലൈസ് എന്ന് പറഞ്ഞ പോലെ ഒന്നിനും നേരം കിട്ടിയിട്ടില്ല. ഞാൻ എന്താ പറയുക, കുറച്ച് ബിസി ആയിട്ട് തന്നെ ഇരുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് എത്ര പാട്ട് പാടിയെന്നോ, എൻ്റെ പാട്ട് പാടിയതിൻ്റെ കണക്കൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്താണ് കറക്റ്റ് കണക്ക്? 25,000 എന്നൊക്കെ പറയുന്നത്? 25,000 ഒന്നുമില്ല. ചേച്ചി അത് എപ്പോഴും പറയും. 5 വർഷം മുമ്പ് ചേച്ചി പറഞ്ഞു 18,000. ഇപ്പോഴൊന്നും അത്ര 18,000 19 ഉള്ളിൽ വരുവുള്ളൂ. ചിത്ര ചേച്ചി എന്ന് പറയുമ്പം എല്ലാ വീട്ടിലും സ്വന്തമായിട്ടുള്ള ഒരാളാണ് നമുക്കെല്ലാവർക്കും, മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും. പക്ഷെ ചേച്ചി എന്ന് പറയുന്ന അതേ ഒരു ശബ്ദത്തിലാണ് ചേച്ചിയുടെ ഒരു ഭക്തി, ഒരു ഡിവിനിറ്റി, ഒരു സ്പിരിച്വാലിറ്റി. അത് എത്ര നാളായും അതും ചേച്ചിയുടെ സംഗീതത്തിന്റെ കൂടെ പാരലായി ട്രാവൽ ചെയ്യുന്നൊരു സംഭവമാണ്. ചേച്ചി ഇത്രയും വലിയ OG ഭക്ത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ചേച്ചി ഇത് പണ്ട് തൊട്ടേ ചേച്ചി ഇത്രയും? എൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും ഒക്കെ ഇതുപോലെ, എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ എക്സ്ട്രീംസ് ആയിരുന്നു. വ്രതം എന്നൊക്കെ പറഞ്ഞാൽ വെള്ളം കുടിക്കാതെ അങ്ങനത്തെ വ്രതമൊക്കെ എടുത്തിരുന്ന ആൾക്കാരാണ് എൻ്റെ അമ്മയൊക്കെ. അപ്പം ഞാൻ ആ എക്സ്ട്രീം വരെ പോയിട്ടില്ല, പക്ഷെ എന്നാലും എനിക്ക് അത് ബ്ലഡിലുള്ളതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടം. അപ്പൊ എന്തൊക്കെ ചെയ്യും? ആഴ്ചയിൽ ഒരു ദിവസം വ്രതം എടുക്കും? അല്ലല്ല, അത് പോയി. പണ്ട് എല്ലാ തിങ്കളാഴ്ച എടുത്തോണ്ടിരുന്നത്. അത് നമുക്ക് ഒരു അനുഭവം വന്നപ്പോൾ പിന്നെ അത് വിട്ടു. ഞാൻ ഇപ്പം ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഏകാദശി. എല്ലാ ഏകാദശിക്കും ഞാൻ തലേദിവസം ഒരിക്കൽ ഇരുന്നിട്ട് ഏകാദശി തന്ന ഫാസ്റ്റിംഗ് ചെയ്യും. അതിൽ അനുവദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഭൂമിക്കടിയിൽ ഉണ്ടാവുന്ന സാധനങ്ങളെ കഴിക്കാവൂ. അപ്പം ഫ്രൂട്ട്സ്, നട്ട്സ്, അപ്പം അതിലൊതുക്കും. അപ്പൊ ഈ ഒരു ഭക്തി എന്നതിൽ തന്നെ ചേച്ചിക്ക് ഒരു പറയാൻ പാടില്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും നമുക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ദൈവം ഉണ്ടാവുമല്ലോ. സോ ഈ കണ്ണനുമായിട്ടുള്ള ബന്ധം, കണ്ണനാണല്ലോ ചേച്ചിയുടെ പെർഫെക്റ്റ്, ഗുരുവായൂരപ്പൻ. അത് എന്തുകൊണ്ടാണ്? വൈ കണ്ണൻ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയാം, നമ്മളിങ്ങനെ ഓരോരുത്തരും നമ്മളെ ഒട്ടിക്കില്ലേ, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഗുരുവായൂർ പോയപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മോതിരം നമ്മളെ വെളിയിൽ ചുമന്ന മോതിരം കിട്ടുമല്ലോ, അപ്പം അത് കൊച്ചിലേക്ക് അത് മേടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ പലപ്പോഴും നമുക്ക് പാടുമ്പോഴോ അല്ലെങ്കിൽ പരീക്ഷ എഴുതുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോയി നിൽക്കുമ്പോഴോ ഒക്കെ ടെൻഷൻ വരുമ്പോൾ ഇങ്ങനെ ഇതാ ഇപ്പോഴും ഞാനത് ചെയ്യും, ഇങ്ങനെ ആക്കും. എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാനിങ്ങനെ റബ്ബ് ചെയ്യും ഗുരുവായൂരപ്പനെ. അപ്പം എന്താ അതിൽ നിന്നൊക്കെ നമ്മളൊന്നും രക്ഷപ്പെട്ട് വരുമ്പോൾ അങ്ങനെ അടുത്ത് പോകുന്നത്, അങ്ങനെ ഒരു എന്താ പറയുക, രക്ഷപ്പെട്ടെന്നുള്ളതല്ല, എന്നെ കാത്തോളും, എന്നെ പ്രൊട്ടക്ട്, എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ആ ഒരു തോന്നലാണ്, ആ ഒരു മേലെയുള്ളൊരു ശക്തിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് കാണാൻ ഇഷ്ടമുള്ള രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, തൊഴുന്നു. ചേച്ചിയുടെ ജീവിതത്തിൽ വളരെ ബിസി ആയ ഒരു ലൈഫാണ് അല്ലെ? ഡെയിലി ആൾക്കാരെ കാണുന്നു, എപ്പോഴും ചിരിച്ചുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്യുന്നു, പാടുന്നു, വേൾഡ് ഓവർ യു ആർ ട്രാവലിംഗ്. അതിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഡു യു ഫീൽ ലോൺലി? അതുകൊണ്ടാണോ ഒരു സ്പിരിച്വാലിറ്റി ചേച്ചിക്ക് ഈ സപ്പോർട്ട് സിസ്റ്റമായി നിൽക്കുന്നത്? ഒറ്റപ്പെടൽ ഉണ്ടായിട്ടില്ല, എനിക്ക് ഇഷ്ടമില്ല. ഞാൻ എനിക്ക് എപ്പോഴും ഞാൻ പറയും, എൻ്റെ ചുറ്റും എനിക്കറിയാം പേരിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ സുഖമായിട്ട് ഉറങ്ങും. കാരണം ആ ഒരു ഫീലിംഗ് എനിക്ക് ചുറ്റും എല്ലാവരും ഉണ്ടെന്നുള്ള ആ ഒരു ഫീൽ, എനിക്ക് അതാണ് ഇഷ്ടം. എനിക്ക് ഒറ്റപ്പെടൽ ഇഷ്ടമല്ല, ആ സൈലൻസും ഇഷ്ടമല്ല, ഒരു ബഹളത്തിന്റെ ഇടയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. എപ്പോഴാണ് ചേച്ചി ആദ്യമായിട്ട് ഒരു KS ചിത്ര എന്ന ഗായിക ഷോ ചെയ്യുന്നത്? എൻ്റെ ആദ്യത്തെ സ്റ്റേജ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ട്രിവാൻഡ്രത്ത് വെഞ്ഞാറമൂട് അവിടെ ഒരു സ്കൂൾ ഗ്രൗണ്ടിലാണ്. അന്ന് സതീഷ് ബാബു അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുമാണ്. എത്ര വയസ്സുണ്ടാവും അപ്പോഴത്തെ ചിത്ര ചേച്ചിക്ക്? ഞാൻ പാടി മേ ബി ഒരു 86-87 ആ സമയത്ത്. ജേട്ടൻ്റെ കൂടെ ഞാൻ 3 സ്റ്റേജാണ് ഇനീഷ്യലി പാടിയത്. ഒന്ന് ഓണാഘോഷം, പിന്നെ ഒന്ന് ആറ്റുകാൽ അമ്പലത്തിലൊരു പ്രോഗ്രാം, പിന്നെ ഒരു പ്രോഗ്രാം. അങ്ങനെ 3 പ്രോഗ്രാം ജേട്ടൻ്റെ കൂടെ പാടി. അതിനുശേഷം ദാസേട്ടൻ്റെ കൂടെ പാടുന്നതും കൊച്ചിയിൽ തുഷീബ ആനന്ദ് അവരുടെ ബട്ടൺ സെൽ ബാറ്ററിയുടെ ലോഞ്ച്. എന്തോർമ്മയാ അതെനിക്ക് നല്ല വെച്ചാൽ ഞാൻ ഈ ബട്ടൺ സെൽ എന്നൊക്കെ അന്ന് ആദ്യമായിട്ട് ആ ബാറ്ററിയുടെ ലോഞ്ച് ഫംഗ്ഷൻ രാജേന്ദ്ര മൈതാൻ. ഞാനിങ്ങനെ എടുത്ത് നോക്കിയപ്പം ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്ത് ഓരോ സാധനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിത്ര ചേച്ചിനെ കുറിച്ച്. അപ്പൊ ചേച്ചിയുടെ ഇപ്പോഴത്തെ ചേച്ചി ഭയങ്കര പാവമാണ്, ഇന്നസെന്റ് ആണ്, ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ചേച്ചിയുടെ ഇങ്ങനത്തെ ഒരു ചേച്ചി ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് അഹങ്കാരികൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാക്കിയിരിക്കുന്ന ഞങ്ങളുടെ ജീവിതം ചിത്ര ചേച്ചി മാത്രമാണ്. ഞാൻ എപ്പോഴും ചേച്ചിയുടെ പറയുന്ന ഒരു കാര്യമാണ്. ബിക്കോസ്
ഷീ ഈസ് ജസ്റ്റ് ദി എപ്പിറ്റമി ഓഫ് ഹംബിൾനെസ് ആൻഡ് യുനോ ഇന്നസെൻസ്. പക്ഷേ ഇതേ ചേച്ചിയുടെ 1992 ഒരു വീഡിയോ കണ്ടപ്പോൾ ഇതിനെക്കാട്ടും പാവമായ ഒരു ചേച്ചി അവിടെ. ചേച്ചി ഏത് ദുബായിലും എവിടെയോ ഒരു ഷോ പോയപ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുത്തതാ. ലൈക്ക് 1992 എന്നാ അതിൽ എഴുതിയേക്കുന്നത്. ദുബായിൽ എന്തോ അവാർഡ് വാങ്ങിച്ച് യു ആർ ദർ. ഒരു ഇന്റർവ്യൂ. എന്ത് പാവാ ചേച്ചി. ആ ചേച്ചിനെ വെച്ച് നോക്കുമ്പോൾ യുവർ ലിറ്റിൽ ബിറ്റ് സാധനം. ആൻഡ് യുവർ ഇറ്റ്സെൽഫ് സോ പാവം. ഈ ചേച്ചി തന്നെ ഭയങ്കര പാവ. ആ ചേച്ചി ഇങ്ങനെ ഇത്രയും ചിരിക്കില്ല. അന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, എന്റെ അമ്മയുടെ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത്. അതെ, ആ ചേച്ചി അത്രയും ചിരിക്കുന്നില്ല. ഈ ചേച്ചി പേടി നമുക്ക് ഫേസിൽ കാണാം. അതൊരു ആദ്യമായിട്ടും 5-8 വർഷമായിട്ടുള്ളൂ ആ ചേച്ചി സംസാരിക്കുന്ന. ഞാൻ ആ വീഡിയോ അയച്ചു തരാം. എനിക്ക് അയച്ചു തന്നു. ഞാൻ അയച്ചു തന്നു ആ വീഡിയോ. ഞങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ അയച്ചു തന്നത്. ഇതെന്തൊരു ചേച്ചി അവിടെ പാവം. പൂച്ച ചേച്ചി നൈസ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ പൂച്ച ചേച്ചി എന്ന് വിളിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ചേച്ചി പറഞ്ഞു കൊടുക്കുക. ശരത് സാറും ഉണ്ട് അതില്. സ്റ്റാർ സിംഗർ വെച്ച് എനിക്ക് ഇട്ട പേരാണ്. ചേച്ചിനെ കണ്ട പൂച്ച പോലെയല്ലേ? ആർക്കും തോന്നില്ലേ? ലൈക് ക്യൂട്ട്, ലൈക് ചെവി പോലെ, റൗണ്ട് ഫേസ്, ചിരിക്കുമ്പോ ഇങ്ങനെ ഇരിക്കും. ശരത് സാറിനും ഉണ്ട് അവിടെ. അത് പിന്നെ നമ്മുടെ ഇൻസൈഡ് സീക്രറ്റ്സ് ആണ്. ആ കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ഇൻസൈഡ് സീക്രട്ടും കൂടെ ഞങ്ങൾ പറയണം. എല്ലാവർക്കും ബഹുമാനമുള്ള ഒരു ഗായികയാണ്. എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. പക്ഷെ ചേച്ചി എന്നെ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്ന എന്ത് കാര്യത്തിലാണെന്ന് നിങ്ങൾക്കറിയാവോ? ചേച്ചി എന്ത് കാര്യത്തിലായിരുന്നു പറഞ്ഞത്? ഇപ്പൊ ഞാൻ കുറച്ച് ഡീസന്റ് ആയിട്ടൊക്കെ നോക്ക്. കുറച്ച് ചെറിയ നീളം കുറഞ്ഞ ഉടുപ്പൊക്കെ ഞാൻ വഴക്ക് പറയാം. അപ്പൊ ചേച്ചി എന്നെ വഴക്ക് പറയും. ചിലപ്പോ ഞാൻ കാലൊക്കെ ടേബിളിലിട്ട് റിഹേഴ്സൽ പ്രാക്ടീസ് സ്റ്റാർട്ടിംഗ് നടക്കുമ്പോൾ ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കും. എന്താ മെസ്സേജ്? ലെഗ്സ് ഡൗൺ എന്നൊക്കെ പറഞ്ഞു. ഷീ വിൽ സെൻഡ് മീ മെസ്സേജസ്. ഓക്കെ, ഐ ആം ലൈക്ക് ചേച്ചി യു ആർ സോ ഓൾഡ് ഫാഷൻ ചേച്ചി. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു എപ്പിസോഡും കൂടെ പറയാം. പറഞ്ഞോ ചേച്ചി പറഞ്ഞോ. ഞങ്ങളൊരു ഷോന് പോയേക്കാം കോയമ്പത്തൂര് ഒരു എനിക്കൊന്ന് കണ്ണ് ഡോക്ടേഴ്സിന്റെ ആണോ അതായത് ഒരു ഡോക്ടേഴ്സിന്റെ ഒരു കോൺഫറൻസിന് പോയതാണ്. അപ്പോൾ ഒരു വലിയൊരു റാമ്പ് കെട്ടിയിട്ടിട്ടുണ്ട്. അവർ എഞ്ചിനൊരു സ്കേർട്ട്, ഷോർട്ട് സ്കേർട്ട് ഇട്ടിട്ട് ആ റാമ്പിലേക്ക് നടന്നു പോകണം. റാമ്പിൻ്റെ ചുറ്റും ക്യാമറയും പിടിച്ച് ഇങ്ങനെ ആൾക്കാർ നിൽക്കുക. എനിക്ക് BP കൂടിയിട്ട് എനിക്ക് ടെൻഷനായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആദരിക്കുന്ന കൂട്ടത്തിൽ എനിക്കൊരു പൊന്നാട തന്നു. ആ പൊന്നാട കൊണ്ട് ഞാൻ ഉടുത്തു കൊടുത്തു. KS ചിത്രയുടെ പൊന്നാട മുണ്ടായി ഉടുത്ത ലോകത്തിലെ ഏക വ്യക്തി ഞാനാണ്. പക്ഷെ ഞാൻ പിന്നെ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല. അങ്ങനൊന്നും ഞാൻ ഇടപെടാറില്ല. ഡൂഡ്, എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ആഗ്രഹമുള്ളത് ചിത്ര ചേച്ചിക്ക് മാത്രമാണ്. എന്റെ അമ്മയ്ക്ക് പോലും ഇല്ല. എന്തെങ്കിലും നടന്നോ? അത് ഞാൻ കേൾക്കൂല. എന്തിനും എന്റെ വ്യക്തി കല്യാണം കഴിക്കണം ചിത്ര ചേച്ചി? കുടുംബ ജീവിതം. എന്തേ me make babies? No, I have Buddy, Rio, Loki, Ricky. ഇപ്പൊ പുതിയ ഓക്കേ അതെല്ലാം ഇന്റർവ്യൂ എന്നെ നാണം കെടുത്തി മതിയല്ലേ? ഓക്കെ ചേച്ചി. സോ എനിക്ക് ചിത്ര ചേച്ചി അഫ്കോഴ്സ് പേഴ്സണലി നമുക്ക് നമ്മളുടെ ബാൻഡർ ഉണ്ട്, നമ്മൾ കഥകളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ചേച്ചീനെ അപ്പാർട്ട് ഫ്രം ദ പേഴ്സണൽ ഇഷ്ടങ്ങൾ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഐ തിങ്ക് യു ആർ സച്ച് എ പ്രൊഫഷണൽ. ചേച്ചിയുടെ ജോലിയിൽ അതിപ്പം ടൈമിന് വരികയാണെങ്കിലും, ചേച്ചിയുടെ പേഷ്യൻസ് ആണെങ്കിലും, ചേച്ചി എടുക്കുന്ന എഫേർട്ട് ആണെങ്കിലും, ചേച്ചി എടുക്കുന്ന ഒരു ഇൻവോൾവ്മെന്റ് ആണെങ്കിലും, ഇത് തുടക്കം മുതലേ ചേച്ചി ഇങ്ങനെയായിരുന്നോ? അത് ചില ആൾക്കാർ ഞാൻ പറയാം, എല്ലായിടത്തും പറയാം, ഞാനൊരു വർക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണെന്ന് പറയാം. എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വെടിപ്പായിട്ട് വേണം ഒരു നിർബന്ധമുണ്ട്. വീട്ടിലാണെങ്കിൽ പോലും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും ഞാൻ എല്ലാം അടുക്കി വെക്കുന്ന മുതലേ ഒരു സാധനം എടുത്തെടുത്ത് വെക്കണം. അങ്ങനെയൊക്കെ അങ്ങനെ ചിട്ടകൾ ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ വിളിച്ച് പറയാം ഇന്ന സ്ഥലത്ത് ഇവിടെ ഇരിപ്പുണ്ട്, അത് എടുത്ത് കൊടുത്ത് വിടാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ കാണാം. അതൊക്കെ നമുക്ക് ഒരു എന്താ പറയുക ഒരുപാട് സേവ്സ് ടൈം. അപ്പൊ അതൊക്കെ അങ്ങനത്തെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഓർഗനൈസ്ഡ് ആണ്, ബേസിക്കലി അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ പ്രൊഫഷണൽ സിംഗിങ് എന്ന പ്രൊഫഷണൽ ചേച്ചി ഈ അൺപ്രൊഫഷണൽ എന്ന് വിളിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ഒരു സിംഗർ ആവണമെങ്കിൽ വാട്ട് ഇസ് അൺപ്രൊഫഷണൽ? ഞാൻ ഇന്നത്തെ കാലത്ത് ഞാൻ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പാട്ട് എഴുതുന്ന ബുക്ക് കാണും, എൻ്റെ സ്വന്തം പേന കാണും, എൻ്റെ ഹെഡ്ഫോൺ കാണും, എനിക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവും. പണ്ടൊക്കെ ഞാൻ ഇതുപോലെ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, നമ്മൾ ലഞ്ചൊക്കെ ഏതെങ്കിലും സമയത്ത് ഭക്ഷണം വെച്ചാൽ തൃപ്തിന്നൊരു ബിസ്ക്കറ്റ്, ആ ഒരു ബിസ്ക്കറ്റ് എപ്പോഴും എൻ്റെ കൈക്കാണ് വെച്ചാൽ എ മീൽ ബിറ്റ്വീൻ മീൽസ് എന്നാണ് അതിന് പറയണത്. വേറെ ആളും കൂടെ ത്രപ്റ്റിൻ കൊണ്ട് നടക്കുമായിരുന്നു, ആരാന്നറിയാമോ? ദീദി.
ദീദിയുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു thrift. അപ്പൊ അതിങ്ങനെ നമുക്ക് സമയത്ത് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതൊരെണ്ണം കഴിച്ചാൽ കുറച്ച് നമുക്കൊരു എനർജി കിട്ടും. അങ്ങനെ അപ്പൊ അതും എൻ്റെ കയ്യിൽ എനിക്ക് എന്തൊക്കെ വേണം അതൊക്കെ. അപ്പൊ ഞാൻ അതിന് കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതുപോലെ വേറെ സ്റ്റുഡിയോകളിൽ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പ് പാടിയിട്ട് പോയ ആളിന്റെ പേപ്പറും പാട്ട് എഴുതിയ പേപ്പറൊക്കെ ആ നൊട്ടേഷൻ സ്റ്റാൻഡിന്റെ പുറത്തിരിപ്പുണ്ട്. Listen singers. അപ്പൊ ആ മ്യൂസിക് ഡയറക്ടർ തന്നെ എന്നെ പറയാം, അമ്മ പാരുங்க ഹെഡ്ഫോൺ ഇങ്ങനെ ചിലപ്പോൾ നിലത്ത് കിടക്കുന്നുണ്ടാവും. അപ്പം അതൊക്കെ കണ്ട അപ്പൊ അവര് തന്നെ പറയാറുണ്ട്, പെന്ന് കാണൂല, ബുക്ക് ഉണ്ടാവില്ല, അവിടെ നിന്ന് അവര് കൊടുക്കുന്ന പേപ്പറിൽ എന്തെങ്കിലും അത് അവിടെ തന്നെ കളഞ്ഞിട്ട് പോകും. അങ്ങനെ ഉള്ള ഉണ്ടായിരുന്നിരിക്കും. ആരാന്നുള്ള എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാനത് കണ്ടിട്ടുണ്ട്, ഹെഡ്ഫോൺ നിലത്ത് കിടക്കുന്നതും നൊട്ടേഷൻ സ്റ്റാൻഡിലെ പാട്ട് പേപ്പർ അവിടെ കിടപ്പുണ്ടാവും. അപ്പൊ അടുത്ത് വരുന്ന സിംഗർ അതൊക്കെ ഒന്ന് മാറ്റി അവരുടെ സ്വന്തം സെറ്റപ്പ് അതൊക്കെ മാറ്റി ഞാൻ എന്റെ ബുക്ക് വയ്ക്കും, എന്റെ ഹെഡ്ഫോൺ എടുത്ത്. ചേച്ചി നോട്ടീസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ പറയാറ് അങ്ങനെയാണ് ഇപ്പോ വരുന്നതെന്ന് ഓൾറെഡി. അപ്പൊ അത് ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് ലെസൺ ഫോർ പീപ്പിൾ ടു കീപ്പ് ഇൻ മൈൻഡ്. പിന്നെ എനിക്ക് ചേച്ചിനെ കുറിച്ച് തോന്നിയ വേറെ കാര്യമുണ്ട്. ഇപ്പൊ എല്ലാരും പറയുമല്ല, സത്യമാണ്. ചേച്ചിക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യു ആർ വെരി നൈസ് പേഴ്സൺ. സത്യം, ഇന്നസെന്റ് ആണ്, അതൊക്കെയുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് ഭയങ്കര ഇൻസൈഡ് സ്ട്രോങ് ആയ ഒരാളും കൂടിയാണ്. ഈ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഡെവലപ്പ് ചെയ്യുന്നത് ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. പക്ഷേ ആ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുക ഇസ് ഓൾസോ ടഫ്. ചിലപ്പോൾ നമുക്ക് അഭിനയിക്കാം, പക്ഷെ ആ ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നൊരു ശക്തിയാണോ അത്? ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ദൈവം നമ്മുടെ മുമ്പിൽ നേരത്തെ പ്രത്യക്ഷപ്പെട്ടിട്ടൊന്നും അല്ല, പക്ഷെ നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഇന്നൊക്കെ കാര്യങ്ങൾ നടക്കാനുണ്ട്. ഡെസ്റ്റിനി നമുക്ക് മാറ്റാൻ പറ്റില്ല, അത് എന്തായാലും നമുക്ക് വരും. പക്ഷെ അത് ആ സമയത്ത് നമ്മളത് അത് തരണം ചെയ്യാനുള്ളൊരു ശക്തി അതാണ് ദൈവം തരുന്നത്. അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഫലമാണ് അതാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ആ ഒരു മേ ബി ഇത്രയും വലിയ പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ ഞാൻ പോയിട്ടും ഞാൻ ഇപ്പോഴും പിടിച്ച് നിൽക്കുന്നത് എൻ്റെ പ്രേയേഴ്സും ഒക്കെ തന്നെയാണ്. ആ ഒരു ശക്തി എനിക്ക് ദൈവം തന്നത് തന്നെയാണ്. പിന്നെ ഒരുപാട് വെൽ വിഷേഴ്സ് എനിക്ക് അത് ജീവിതകാലത്ത് എനിക്കൊരിക്കലും പറഞ്ഞാൽ തീരില്ല. രഞ്ജിനിക്കറിയാം എത്ര പേരാണ് വന്ന് അമ്പലങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രസാദം. ആ ഒരു നിമിഷം മാത്രമല്ല ഇപ്പോഴും അതെ അല്ലേ, ഒരു ലോങ് അതെ പ്രയാസം അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതൊക്കെ തീർച്ചയായിട്ടും ഒരു നിന്നും നന്ദി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഞാനത് പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്യട്ടെ. ഞാൻ ലൈഫിൽ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിലേറ്റവും കൺസർവേറ്റീവായ വളരെ പുരാതന ചിന്താഗതിയുള്ളൊരു വ്യക്തി ആരാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ഓൾഡ് ജനറേഷൻ. ഹൗ വൈ ക്യൂ? ബിക്കോസ് എൻ്റെ അമ്മ പഠിപ്പിച്ചെന്നത് നമ്മൾ കൊണ്ടു കിടക്കണോ അതല്ലേ. ഇപ്പം രഞ്ജിനിക്കൊരു കുഞ്ഞുണ്ടായ രഞ്ജിന്റെ സ്വഭാവമായി ചിലപ്പോൾ ഫോളോ ചെയ്യും. പറഞ്ഞ പോലെ എന്റെ സ്വഭാവം ചേച്ചി എല്ലാം ബേസിക്കലി നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മുടെ ഒരു ബേസിക് സ്വഭാവം ഉണ്ടാകുന്നത്. പിന്നെ അമ്മ സ്ട്രിക്റ്റ് ആയിരുന്നു പറഞ്ഞു. അമ്മ സ്ട്രിക്റ്റ് ആയിരുന്നു, അച്ഛൻ നല്ലോണം ഫ്രീഡം ഒക്കെ തരുമായിരുന്നു. പക്ഷെ എല്ലാത്തിനും ഒരു അതിർവരമ്പുണ്ട്. എനിക്ക് അന്ന് മുതലേ ഇങ്ങനെ അച്ഛൻ എന്നെ പ്രൊട്ടക്ട് ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെ വിജയൻ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തു. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ആരെങ്കിലും ചെയ്തു തരണം, ഞാൻ പാടാൻ മാത്രം ഭക്ഷണം കഴിക്കാൻ. ഓക്കെ, സോ നൗ ചേച്ചി കുറച്ച് കുഴപ്പിക്കാം. ഞങ്ങൾ ആക്ച്വലി ബസർ റൗണ്ട് ഒക്കെയാ വിചാരിച്ചത്. പിന്നെ എന്റെ ചിത്ര ചേച്ചിക്ക് ഒരു കൈ ഇല്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ചും കൂടെ സംസാരിക്കാം. ചേച്ചിക്ക് കൈ ഉണ്ട്, പക്ഷെ ചേച്ചിക്ക് കുറച്ചാഴ്ച മുമ്പ് ഒരു ചെറിയൊരു വീഴ്ച കഴിഞ്ഞ് ഷോൾഡർ കുറച്ചൊന്ന് ഡിസ്ലൊക്കേറ്റ് ആയി പോയി. 1.5 ഇഞ്ച് താഴെ ഇറങ്ങിപ്പോയി ഷോൾഡർ. അത് തിരിച്ച് പിടിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും കൈ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അതാണ് ചേച്ചി ഇപ്പൊ ഇരിക്കുന്നതും കുറച്ച് സ്റ്റിഫ് ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലായിടത്തും സാരി ഉടുത്ത് ഫംഗ്ഷന് പോകുന്ന എന്റെ ചിത്ര സാരി ഒന്നും ഉടുക്കാൻ വയ്യ, ബ്ലൗസ് കൈ പൊക്കാൻ പറ്റുന്നില്ല, അത് കാരണം സാരി ഉടുക്കാൻ. ബട്ട് യു നോ വാട്ട്, ഐ ഹാവ് ടു സേ അനദർ തിങ്. ഈ ചേച്ചി വീണ ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം ചേച്ചി സിംഗപ്പൂരിൽ പോയി പാട്ടും പാടി. അതെ, അത് വെച്ചാൽ നമ്മൾ കമ്മിറ്റ്മെന്റ് ആയി. വേദന ഉണ്ടായിരുന്നു. ഡോക്ടർ എനിക്ക് പെയിൻ കില്ലർ തന്നു. പോകാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഓൾറെഡി സോൾഡ് ഔട്ട് ഷോ ആയിരുന്നു. തിയേറ്റർ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള തിയേറ്റർ. അതിൻ്റെ അഡ്വാൻസ് കൊടുത്താൽ തിരിച്ച് കിട്ടില്ല. അപ്പം എനിക്ക് അവരെ ഒരു ട്രബിളിൽ കൊണ്ട് ഇടാൻ പാടില്ലല്ലോ, ഞാൻ ഒരാൾ അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. അതും ചേച്ചി നിങ്ങൾ തുടക്കത്തിൽ ഇതിൽ കണ്ടോ, സ്ലിംഗ് ഇട്ടിട്ടാണ് ചേച്ചി ട്രാവൽ ചെയ്യുന്നതും ആ ഷോ പാടിയത് വരെ. അത് കഴിഞ്ഞിട്ടും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് സ്റ്റാർ സിംഗറിന്റെ ഷൂട്ട്, അതെൻ്റെ ഇവിടെ വരുന്നു, ഹൈദരാബാദിൽ പോകുന്നു, ജസ്റ്റ് നോൺ സ്റ്റോപ്പ്. ആൻഡ് ഐ തിങ്ക് ചേച്ചി, ഞാൻ ഇത് ശരിയാണോ, ഇത്രയും വർഷത്തിൽ ഞാൻ ചേച്ചി ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കുറേ വർഷം, ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളാണോ ചേച്ചി ഭയങ്കര ബിസി കോവിഡ് കഴിഞ്ഞിട്ട്? അത് മനഃപൂർവ്വമായി എടുത്തൊരു തീരുമാനമാണോ? അല്ല, അങ്ങനെ വന്ന് ഭവിച്ചു. എന്തോരം always somewhere else. Like busiest years of your life. എൻ്റെ ഇത്രയും
വർഷത്തിലെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനായിട്ട് എനിക്കതിൽ ഇന്നും എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. ഞാനായിട്ടൊരു ഷോ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത് ക്യാൻസൽ ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ അമ്മ, ഞങ്ങൾ പ്രോഗ്രാമിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു ട്രെയിനിൽ. എൻ്റെ അമ്മ അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂകാംബികയിൽ പോകാനൊക്കെ പ്ലാനിട്ടാണ് അമ്മയും കൂടെ വന്നത്. അമ്മ, ചേച്ചി, ഞാൻ, വിജയൻ ചേട്ടൻ, ഞങ്ങൾ 4 പേരും കൂടെ ട്രെയിനിൽ പോയി. എറണാകുളം എത്തുന്നതിന് ജസ്റ്റ് മുമ്പ് എൻ്റെ അമ്മയ്ക്കൊരു മാസീവ് ഹാർട്ട് അറ്റാക്ക് വന്നു ട്രെയിനിൽ വെച്ച്. ഏത് പീരീഡ് ആയിരിക്കും ചേച്ചി? 80s, 90s തുടക്കമായിരുന്നു. അപ്പം അവിടെ പെട്ടെന്ന് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം എത്തിയില്ല. അതിന് മുമ്പ് അമ്മയുടെ അത് കണ്ടപ്പോൾ വേഗം അവിടെ ഞങ്ങൾ ചാടി ഇറങ്ങി. എൻ്റെ ഹസ്ബൻഡും മമ്മിയും കൊണ്ട് നേരെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ഞാനും ചേച്ചിയും പുറകെ നമ്മുടെ റിലേറ്റീവ്സ് ഉള്ളവരെയൊക്കെ വിളിച്ച് വരുത്തി. അവരൊക്കെ ഒന്ന് ഞങ്ങളും പുറകെ പോയി. അപ്പം അതിൻ്റെ പിറ്റേന്ന് എനിക്ക് പാലക്കാട് ഒരു ഷോ ഉണ്ടായി. ക്യാൻസൽ. പക്ഷെ എനിക്ക് മമ്മിയുടെ കാര്യം 48 hours കഴിയാതെ പറയാൻ പറ്റില്ല, ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പാടാൻ പറ്റൂല. എനിക്ക് അത് ഞാനാണ് അന്ന് ബൈസ്റ്റാൻഡ് ചെയ്യുന്നത്. അത്ര എൻ്റെ ഓർമ്മയിൽ നമ്മളായിട്ട് ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് അവരെ അങ്ങനെ പ്രോബ്ലം അവർക്ക് കൊടുത്ത ഒരേ ഒരു ഷോ. ബാക്കിയൊക്കെ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ പോകും. എത്ര തീരെ വയ്യാത്ത അവസ്ഥയിലും തൊണ്ട മുഴുവൻ അടച്ചൊക്കെ ഇരിക്കുന്ന സമയത്തും ഒക്കെ പോയി പാടിയിട്ടുണ്ട്. ആദ്യമേ പറയും ശബ്ദം അടച്ചിരിക്കുകയാണ്, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പാടാം. പക്ഷെ ഓഡിയൻസ് ഒക്കെ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ഒരു കയ്യോ കഴിച്ചൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇത് തമാശ ഫൺ സെഗ്മെന്റിലേക്ക് കിടക്കാം ചേച്ചി. ബേസിക്കലി ചേച്ചി പാടിയ പാട്ടുകൾ ഞാൻ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് ഏത് പാട്ടാണ്? അയ്യോ നോക്കട്ടെ, അറിയാം ചേച്ചി. വെരി ഈസി. ഫസ്റ്റ് വൺ ഇസ് വെരി ഈസി. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് പറയാം. ചേച്ചിയുടെ പാട്ടാ. വെരി സിമ്പിൾ. You've adorned your forehead with the golden offering, the vermilion circle gracing it is so holy. Oh, you're the golden pearl upon my brow, standing there lifting your smile. ഒന്നര പറയൂ. You've adorned your forehead with the golden offering. Golden offering. ഞാനത് സിമ്പിൾ ആക്കട്ടെ. You've adorned your forehead with മഞ്ഞൾ. രണ്ടുപേരി മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി എന്ന് വന്നില്ലല്ലോ. സർക്കിൾ ഗ്രേസിംഗ് ഇസ് സോ ഹോളി. അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എന്റെ ഇംഗ്ലീഷ്. ഞങ്ങൾ കുറച്ച് സ്റ്റൈലൈസ് ചെയ്തു. അല്ലെങ്കിൽ മുണ്ട് ലിറ്ററൽ ആയി പോവും. ഞാൻ ഉള്ളി വൺ മുണ്ട് കെ ചിത്രാസ് പൊണ്ണാടാ, നോ അതർ മുണ്ട്. ഇനി നെക്സ്റ്റ് ഇസ് ഓൾസോ വൺ മലയാളം സോങ്. മലയാളം അല്ലാത്ത ഭാഷയുണ്ടോ? ഉണ്ട്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ചേച്ചി. അറിയില്ല, അത് നമ്മുടെ ചാറ്റ് GPT ഒക്കെ ഒരു പരിധി ഉണ്ട്. ഓക്കെ, അയ്യോ, റെഡി? ഓൺ ദിസ് നൈറ്റ് that blooms under the moonflower's glow, you stand adorned in sandal-petaled silks aglow. As a messenger draped in golden threads you appear, a fluttering dancer near the lap of dreams, dear. Upon the moon, ഞാൻ ഓർഡർ മാറ്റി. ഇനി ആലോചിച്ചോ. Under the moonflower's glow, moonflower, moonflower, ചന്ദ്ര, വേറെ പേര് moonflower. മലയാളത്തില് പുഷ്പം. എന്ത് പുഷ്പം? ഇന്ദു പുഷ്പം. Let's go. Not bad. Go. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി. വൈശാലി 1988 ചിത്ര ചേച്ചി പാടി. ഓൻ വി സർ എഴുതി. വീണ്ടും ബോംബെ രവി സാർ അല്ലേ? ഇന്ദുപുഷ്പം ബോംബെ രവി സാർ തന്നെ. നാഷണൽ അവാർഡ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പ്ലഗ് ചെയ്യാതെ. നമ്മളുടെ ഇനിയിപ്പോ ഞാൻ അതിൽ ശ്രദ്ധിച്ചോണ്ടിരിക്കും. ഇനി അവിടെ ശ്രദ്ധിച്ചോ. അപ്പൊ ഞാൻ ഗൂഗിളി. അൺപ്രഡിക്റ്റബിൾ. 6 നാഷണൽ അവാർഡ്സ് നേടി. എത്ര സ്റ്റേറ്റ് അവാർഡ്? 43. ഐ തിങ്ക് നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു 16. തമിഴ്നാടു ഈക്വലി ഗുഡ്, തെലുഗു എല്ലാം കൂടി ഒരു 43 എന്നാണ് വിക്കി കിടക്കുന്നത്. പക്ഷെ എനിക്കറിയാം 46 43 എല്ലാം ഇച്ചിരി കൂട്ടിയാണ്. എല്ലാം കൂട്ടിയായിടുന്നേ അവര്. പ്രായം കറക്റ്റ് അറിയില്ല, അത് മാത്രം കുറയ്ക്കുന്നില്ല. ഓക്കെ ചേച്ചി, നെക്സ്റ്റ് വൺ. ഓക്കെ, ലാംഗ്വേജ് ഞാൻ പറയണോ? ഇല്ല, നോക്കട്ടെ. ഓക്കെ. What is there to say when these eyes met a stranger? It felt as if a journey of love had begun. New desires bloomed in my heart, once I had never known before.
We had never met, yet our hearts met. How do I know? മലയാളം അല്ല. മലയാളം അല്ല, എനിക്ക് മലയാളം അല്ല ആലോചിച്ചേ. അതല്ല ഞാൻ ഭാഷ പറയാന്ന് പറഞ്ഞ. മലയാളം അല്ല. തമിഴാണോ? വാട്ട് ഇസ് ദാറ്റ് ടു സേ? ഞാൻ എന്ത് പറയും? ഹിന്ദി ആക്കിക്കോ അല്ലെങ്കിൽ തമിഴാക്കിക്കോ. സേ ഹിന്ദിയിൽ. പൂച്ച്. ഇത് ചേച്ചിയുടെ പാട്ട് തന്നെയല്ലേ? അടി കിട്ടുമോ എനിക്ക്? ചേച്ചിയുടെ പാട്ട് തന്നെയാ. പൂച്ചല്ല, പറ, കഹോ. കഹോ. എന്ത് കഹോ എന്ന് തുടങ്ങുന്നത്. ഹിന്ദി. അതൊരു തമിഴ്. 1 2 3. തമിഴ് വേണോ ഹിന്ദി വേണോ? 2 ഭാഷയിലുണ്ട്. 3 ഭാഷയിലുണ്ട്. തെലുഗുലുണ്ട്. തെലുഗു എനിക്കറിയില്ല. അപ്പൊ കെഹന, കന്നാലനെ, കന്നാലനെ, കന്നാനുലേ. കന്നാലുലേ വേണ്ട, ഹിന്ദി മതി. कहना ही क्या नैनिक अनजान से जो मिले, चलने लगे मोहब्बत के जैसे ये सिलसिले, अरमान ऐसे दिल में खिले जिनको कभी मैं न जानूं, वो हमसे हम उनसे कभी ना मिले, कैसे मिले दिल न जानो, अब क्या करे क्या नाम ले, कैसे उन्हें मैं पुकारूं. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. ദ ഗാർഡിയൻ എന്ന് പറഞ്ഞ പത്രമല്ലേ അത്? പത്രം. അതിന്റെ വേൾഡിലെ 1000 ഏറ്റവും റിസർച്ച് ചെയ്തതില് 1000 songs you must hear before you die. മരിക്കുന്നതിന് മുമ്പ് കേൾക്കേണ്ട 1000 പാട്ടുകളിൽ ഒരു പാട്ടായി ചിത്ര ചേച്ചിയുടെ കെഹ്നാ ഹി ക്യാ. ഞാൻ എന്നും എ റഹ്മാൻ സാറിന്റെ അടുത്ത് വലിയൊരു നന്ദി പറഞ്ഞ. That's insane. ഞങ്ങൾക്കും അതൊരു അഭിമാനം തന്നെയാണ്. ഓക്കെ, ഇനി ഒരു കൂടെ ചേട്ടെ. എനിക്ക് പാടാൻ അറിയില്ല ഇംഗ്ലീഷിൽ. ഐ ഡോണ്ട് നോ ഹൗ ടു സിംഗ്, ഐ ഡോണ്ട് നോ ഹൗ ടു ലേൺ. സ്കൂളിലും പോയിട്ടില്ല, പിന്നെ ഞാൻ മലയാളം ഇംഗ്ലീഷും ഒക്കെ പാട്ട് മനസ്സിലായില്ലേ? കം ഓൺ, ലെറ്റ്സ് ഗോ. പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടന്താനറിയേ, ഏടറിയേ எழுத்தறியே எழுத்துவக நானறியே, ஏட்டுல எழுதவில்லை எழுதி வச்சு பழக்கமில்ல, இலக்கணம் படிக்கவில்லை தலக்கணமோ எனக்கு இல்ல. എനിക്കുണ്ട്. What a song, ചേച്ചി. ഇളയരാജ സർ, സിന്ധു ഭൈരവി, വൈരമുത്തു സർ, വൈരമുത്തു സർ, KS ചിത്രയുടെ ജീവിതം മാറ്റിമറിച്ച ഒരു സിനിമയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യത്തെ നാഷണൽ അവാർഡാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാട്ട് പാടിക്കഴിഞ്ഞ ശേഷമാണ് മറ്റുള്ള ഭാഷയിലുള്ള സംഗീത സംവിധായകനായിക്കോട്ടെ ഇളയരാജ സാറ് പാടിപ്പിച്ചു എന്നുള്ളത് വലിയൊരു അഡ്രസ്സ് തന്നെയായിരുന്നു എനിക്ക്. മറ്റുള്ളവർക്ക് പാടിപ്പിക്കാൻ ഒരു ധൈര്യം ഉണ്ടായതും അതിനുശേഷം. ഏത് വർഷമായിരിക്കും? 1984 റെക്കോർഡ് ചെയ്തു, 85 റിലീസ് ചെയ്തു. ടീനേജ് ഒക്കെ കഴിഞ്ഞ് ക്രോസ് ചെയ്ത ഒരു ഫേസ്. അപ്പൊ അച്ഛനാണ് എല്ലായിടും കൂടെ. 21 ഇയേഴ്സ്, 21 വയസ്സ്. ദാറ്റ്സ് ക്രേസി. ബട്ട് എനിക്ക് 21 വയസ്സ് ആയെങ്കിലും എനിക്കൊരു 10 വയസ്സിന്റെ പക്വതയുണ്ട്. ഇപ്പൊ 60+ വയസ്സായെങ്കിലും ഇപ്പോഴും അതൊക്കെ ഒരു 20 വയസ്സിന് മെച്ചൂരിറ്റി ഉള്ളൂ. ഉള്ളിൽ ഭയങ്കര കുട്ടിത്തം കാത്തു സൂക്ഷിക്കുന്നല്ല, അതുണ്ടല്ലേ ചേച്ചിക്ക് ഒരു we like it, we like you like this, we love you like this. Okay, so ചേച്ചി, now ഞാൻ കുറച്ച് ഫസ്റ്റ് ചോദിക്കാം. ചേച്ചിയുടെ ജീവിതത്തിൽ ഇത്രയും വർഷം സംഗീത ലോകത്ത് ചേച്ചി നിലനിൽക്കുമ്പം ആദ്യത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് ചോദിക്കാം, പെട്ടെന്ന് പറയാം. ചേച്ചിയുടെ സംഗീതം എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ഒരു ഓർമ്മ എന്താണ്? മ്യൂസിക്, ഫസ്റ്റ് മെമ്മറി ഓഫ് മ്യൂസിക്. വീട്ടില് പഠിപ്പിക്കുന്നത് തന്നെയാണ്. പഠിപ്പിക്കുന്നത് ആരായിരുന്നു? അച്ഛൻ ഞങ്ങളൊക്കെ ഇതുപോലെ വെറുതെ ആദ്യത്തെ അമ്മയാണ്. അമ്മ ഈ നാമം ജപിക്കുക സന്ധ്യക്ക്. ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല, പക്ഷെ അന്നത്തെ കാലത്ത് സന്ധ്യക്ക് വിളക്ക് വെച്ച് ഞങ്ങൾ 3 കുട്ടികളും ഇരുന്ന് പാടുക എന്നുള്ളത്. പിന്നെ ചേച്ചി ഞാനും അനിയൻ 3 പേരും കൂടെ പൂജാമുറിയിൽ ഇരുന്ന് പാടുക. അതൊരു ആ സമയത്ത് അമ്മ കുളിച്ചിട്ട് വന്ന് വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്ന് അമ്മ നാമം ജപിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾ പാടുന്ന കേട്ടുകൊണ്ട്. അതാണ് ഒരു ഓർമ്മ. അതാണ് ആദ്യമായിട്ട് ഇങ്ങനെ പാടുന്നതായിട്ടുള്ള ഓർമ്മ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ചേച്ചി സംഗീതം ടീച്ചർ സാറ് വന്ന് പഠിപ്പിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് ഞാൻ അവിടേക്ക് ഇങ്ങനെ നടക്കുമായിരുന്നു.
ആ കേട്ട ഇത് വെച്ചിട്ട് ഞാൻ പോയി മത്സരിക്കുമായിരുന്നു. ഇപ്പൊ വീട്ടിൽ അത് ചേച്ചിയെ പഠിപ്പിക്കുന്ന കേട്ടിട്ടുള്ള ഓർമ്മ, അത് കേട്ടിട്ട് ഞാനും വീട്ടിലൊന്നും അമ്മയ്ക്ക് വെച്ചെന്ന് അറിഞ്ഞു പോലും കൂടെ ചുമ്മാ സ്കൂളിൽ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളിലെ ടീച്ചേഴ്സ് ആണ് ചേച്ചിയുടെ ടാലന്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് വീട്ടിൽ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അച്ഛന് ആദ്യം എന്നെ പഠിപ്പിച്ചിട്ടില്ല, ചേച്ചിയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ഞാൻ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ. അത് എത്ര വയസ്സിലാ പഠിപ്പിച്ചു തുടങ്ങിയ? 5, 4? ഞാൻ ടീച്ചറിന്റെ അടുത്ത് പോയി പഠിച്ചു തുടങ്ങിയത് 9ാം ക്ലാസ്സിൽ. അതിന് മുമ്പ് 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ അടുത്തൊരു പാർട്ടിയുടെ വീട്ടിൽ പോകുമായിരുന്നു. ഒരു വയസ്സായ ഒരു അമ്മമ്മ അവിടെയുള്ള പാട്ടിയമ്മ പഠിപ്പിക്കുമായിരുന്നു. അവിടെ പോയിരുന്നാണ് എൻ്റെ ബേസിക്സ് പഠിപ്പിച്ചത്. പിന്നെ 9ാം ക്ലാസ് മുതൽ ഓമനക്കുട്ടി ടീച്ചറിന്റെ അടുത്ത്. ചേച്ചി ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഫസ്റ്റ് ടൈം ഫുൾ പാട്ട് പാടുന്നത് മത്സരിക്കാനാണോ അതോ അല്ല എന്റർടൈൻമെന്റ് ആയിട്ട്? ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു NSSന്റെ ഒരു കരയോഗ ബിൽഡിംഗ് ഉണ്ട്. അവിടെ എല്ലാ വർഷവും ഈ വിക്ടറി ആർട്സ് ക്ലബ്ബ് നേരത്തെ പറഞ്ഞില്ലേ, അവിടുത്തെ സ്മോൾ ക്ലബ് ഫംഗ്ഷൻസ്. ഏത് പാട്ടായിരുന്നു? സിനിമ പാട്ടാണോ അല്ലാതെ ഗാനമാണോ? ഏത് പാട്ടാണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മ ഞാൻ പാടി അത് പാടിയിട്ടുണ്ട് കൊച്ചിലെ. അത് അതിന്റെ ഒരു സ്ഥിരം പാട്ടായിരുന്നു. ഫസ്റ്റ് റെക്കോർഡിംഗ് സിനിമ പാട്ട് ചെല്ലം പാട്ട് അല്ലല്ല 79ലാണ് ഞാൻ ആദ്യമായിട്ടൊരു ഫിലിമിന് വേണ്ടി ഒരു പാട്ട് റെക്കോർഡ് ചെയ്യണത്. അത് ജ്യോതിസേ ദിവ്യ ജ്യോതിസേ നിന്നെ പുണരുവാൻ കനിവോടെ നിൽക്കുന്നു ഞാൻ. ഇതാണ് ആ പാട്ട്. OVR സാറാണ് എൻ്റെ സംഗീതം. ചേച്ചിയുടെ ഫസ്റ്റ് അവാർഡ് ഏതാ കിട്ടിയത്? ആദ്യമായിട്ട് കിട്ടിയത് ഫിലിം ക്രിട്ടിക്സിന്റെ അവാർഡാണ്. 1000 കണ്ണുമായി. 1000 അതെനിക്കറിയാവുന്ന പാട്ടാണ് ചേച്ചി. ചേച്ചിയുടെ ഫസ്റ്റ് ബിഗ് ഹിറ്റ് അപ്പം അതായിരിക്കുമോ 1000 കണ്ണുമായി? ആദ്യത്തെ ഹിറ്റ് എന്ന് എനിക്ക് തോന്നുന്നത് ഇതാണ്, മറ്റേ പിന്നെ അതാണ് കുറച്ച് പോപ്പുലർ. മാമാട്ടിക്കുട്ടി. ഇങ്ങനെ പാട്ടിലേക്ക് പോയാൽ വി കാന്റ് ഈവൻ കം ബാക്ക്. ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറിയതപ്പോഴാ? ദാസേട്ടന്റെ ഒപ്പം ആദ്യമായിട്ട് ബഹ്റൈൻ. ഓക്കെ, അതാണോ ഫസ്റ്റ് ഫോറിൻ കൺട്രി? ബഹ്റൈൻ. ഓക്കെ, ഇനി എത്ര പേർക്ക് അറിയില്ല, ചേച്ചി ലൈഫിൽ എന്തൊക്കെ ചെയ്താലും ചേച്ചി ഭയങ്കര സിമ്പിൾ ആയ ഒരാളാണ്. അപ്പൊ ചേച്ചി ഈ ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ ജീവിതത്തിൽ, അങ്ങനെ ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചേച്ചി വാങ്ങിക്കാൻ ബ്രാൻഡിന്റെ ആളല്ല. പക്ഷെ ചേച്ചിക്ക് ബ്രാൻഡ് വാങ്ങിച്ചിരുന്ന ഒരാള് വീട്ടിലുണ്ട്. ആരാത്? എന്റെ ഹസ്ബൻഡ് വിജയശങ്കർ. എനിക്ക് വിജയൻ ചേട്ടൻ എനിക്കൊരു ചാപ്റ്ററാണ് ചേച്ചി. ചോദ്യങ്ങൾ ഒരു കലവറയായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ വിജയൻ ചേട്ടൻ എന്നെ ഒന്ന് കൊല്ലും, ആ ഒരു പേടി മാത്രം. ട്രിവാൻഡ്രത്ത് നിന്ന് ചേച്ചി ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ ഒരു മൂവ് 16-18 വയസ്സിൽ ഈ ഒരു ട്രിവാൻഡ്രം ടു ചെന്നൈ മൂവിൽ അതിൽ വലിയൊരു മാറ്റം എന്താണ്? ഒരു ചേച്ചിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്ത ഒരു ഷിഫ്റ്റ് വല്ലതും ഉണ്ടായിരുന്നോ? വളരെ കംഫർട്ടബിൾ ആയ ഒരു മൂവ്മെന്റ് ആയിരുന്നോ ആ പ്രായത്തിൽ? ആദ്യം ഭാഷ അറിഞ്ഞൂടാത്ത നമുക്ക് വലിയൊരു പിന്നെ വലിയൊരു ഗുണമുള്ളത്, ഞങ്ങൾ ട്രിവാൻഡ്രംകാരുടെ നാഗർകോവിൽ വളരെ അടുത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തമിഴ് സിനിമകൾ ട്രിവാൻഡ്രത്തിൽ ഓടുമായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ശിവ തിയേറ്റർ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല തിയേറ്റർ. അന്ന് ആ തിയേറ്ററിൽ എന്നും തമിഴ് സിനിമകളാണ് കൂടുതൽ വരുന്നത്. അപ്പൊ ചേച്ചി കുറെ സിനിമ കാണുമായിരുന്നോ? സിനിമ കാണലൊക്കെ കുറവാ, പാട്ട് കേൾക്കും. എന്നും മൂവി തുടങ്ങുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് മുതൽ പാട്ടിടുമല്ലോ. അങ്ങനെ ഒരുപാട് തമിഴ് പാട്ട്. കടവുൾ അമൈത്ത് വൈത്ത മേടൈ ഇളന കല്യാണം, അതെല്ലാം ഞാൻ ഓർമ്മയുണ്ട്. ദാസറിന്റെ പാട വന്നതോ, അങ്ങനെ കുറേ പാട്ടുകൾ അവിടെ നിന്ന് കേട്ട് പഠിച്ചപ്പം ദാസറിന്റെ കോൺസേർട്സിന് പിന്നെ ഞാൻ പോയി തുടങ്ങിയപ്പോൾ എനിക്ക് ആ പാട്ടൊക്കെ അവിടെ കേട്ടൊരു ഓർമ്മ. ആ ഭാഷ അത്രേ അറിയുള്ളൂ, അല്ലാതെ വേറെ അറിയില്ലായിരുന്നു. എന്നിട്ട് ഈ ഉച്ചാരണം ഇപ്പം ഞാൻ പറയാം, ഇപ്പം പാവ ആദ്യം പാടിയ പാട്ട് പൂജക്കേത്ത പൂവി എന്നൊരു പാട്ടാണ് രാജാ സാറിന്. നെയ്ത്ത് താനെ പൂത്തത് യാരത് പാത്തതൊക്കെ ഓരോ പാവാട കട്ടയിലെ കട്ടയോ അല്ല ഹായോ രണ്ടിന്റെ ഇടയ്ക്ക് പാവാട കട്ടയിലെ അങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ വരുമ്പോൾ നമ്മൾ ശരിക്കും പെടും. എനിക്ക് ഇപ്പൊ എനിക്ക് കേൾക്കുമ്പോ ഞാൻ അന്ന് പഴയ പാട്ടുള്ള ഞാൻ ഇപ്പൊ കേൾക്കുമ്പോ എനിക്ക് മനസ്സിലായി അയ്യോ. അപ്പൊ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്ന ഈ 4 ഭാഷ. തെലുഗു കഴിഞ്ഞിട്ടാണ് മലയാളം. ചേച്ചിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ട് ചെറുപ്പത്തിലെന്ന് ഞാൻ എവിടെയോ കണ്ടു. അത് ശരിയാണോ? ചെറുപ്പത്തിലല്ല, വയസ്സായപ്പോഴാണ് ചോദിച്ചത്. ഇപ്പോഴും ചെറുപ്പല്ലേ ചേച്ചി? ഇപ്പൊ ചോദിച്ചു അമ്മ റോള് ചെയ്യാൻ ചേച്ചി എടുത്തോ? എന്നിട്ട്
എനിക്ക് താല്പര്യമില്ല. ആരുടെ അമ്മയാന്ന് എനിക്കറിയണം. എനിക്ക് ആരുടെ അല്ല അതൊന്നും അറിഞ്ഞൂടാ. എൻ്റെ 2-3 പേര് വഴി ചോദിച്ചു. അപ്പം എനിക്ക് ആ ആക്ടിങ് എന്നുള്ള ഫീൽ ഞാൻ കംഫർട്ടബിൾ അല്ല. ചേച്ചി അഭിനയിച്ച കുറച്ച് സാധനം ഞങ്ങൾ കണ്ടു. ഞാൻ എടുത്ത് ക്ലിപ്പായിട്ടിടും. അത് ഐ തിങ്ക് കൊളാബറേഷൻസ് ചെയ്യുമ്പം they were so cute. There were some videos. ആരുടെയായിരുന്നു ഞാൻ പേര് മറന്നുപോയി. ചില ക്യൂട്ട്. പിന്നെ ചിലപ്പോൾ അറബിക് പാട്ടൊക്കെ ഇട്ടപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഓർമ്മയുണ്ടോ? എന്റെ മേക്കപ്പിൽ മുക്കിയെടുത്ത് തലയിലൊക്കെ എന്തോ സാധനമൊക്കെ വെച്ച് അല്ല അതെ മുടി എന്തൊക്കെയോ ചെയ്തതാ. എനിക്ക് നമ്മൾ ഈ ഡ്രസ് ചെയ്യാന്ന് പറഞ്ഞ് കൊണ്ടുപോയി നമ്മൾ ഹോസ്പിറ്റലിൽ കിടത്തുന്ന ഒരു സ്ട്രെച്ചറിൽ കിടത്തി. അപ്പൊ എന്താ നടക്കണമെന്നൊരു കണ്ണാടിയൊന്നും ഇല്ല മുമ്പിൽ. എനിക്ക് അറിഞ്ഞുകൂടെ അവിടെ എന്താ നടക്കണമെന്ന്. മോളുണ്ട് സമയമാണ്. അപ്പം വിജയചേട്ടൻ നന്ദനയും കൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്നെ ഇങ്ങനെ കിടത്തി ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കാണാൻ വയ്യ എന്താണ്. അറബിക് ലേഡിയാണ് അവർ. അറബി അല്ലാതെ വേറെ ഒന്നും എന്നെ ചെയ്തിട്ടുണ്ട് ചേച്ചി ഒരു പ്രാവശ്യം. എനിക്കറിയാം ഈ എക്സ്പീരിയൻസ്. കുറച്ചേരം കഴിഞ്ഞിട്ട് ആരുടെ ശബ്ദം കേൾക്കാതെ ഇരുന്നപ്പോൾ അവരെ അങ്ങ് പോയി തോന്നുന്നു. ഒരു മുറിയിൽ ഞാൻ ഒറ്റയ്ക്കാന്ന്. ഞാൻ പതുക്കെ ഒന്ന് എണീറ്റ് കണ്ണാടിയിൽ എൻ്റെ ഞാൻ പേടിച്ച് ഒരു പ്രേതത്തിൻ്റെ ഒക്കെ പോലെ ഇരുന്നു. വെള്ള അപ്പം ഇങ്ങനെ വെള്ള പെയിന്റ് അടിച്ച പോലത്തെ ഒരു വെള്ള മുഖവും. എന്നിട്ട് എനിക്ക് മനുഷ്യരുടെ മുമ്പ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും. അഭിനയിച്ചു. അത് പെർഫോം ചെയ്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തു. ഇത് കിടപ്പില്ലേ യൂട്യൂബില്? ഉണ്ടാവും. നമ്മൾ പറഞ്ഞു കുറച്ച് പോപ്പുലർ ആക്കി വീണ്ടും ഒരു എന്നിട്ട് തിരിച്ച് അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷന് പോകാൻ വേണ്ടി അവിടെ അവരുടെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി കാറിലോട്ട് കയറ്റുമല്ലോ. എന്റെ മോള് തിരിഞ്ഞിരുന്ന് ഇങ്ങനെ നോക്കിയത് അവൾക്ക് മനസ്സിലാവണില്ല അമ്മയാണെന്ന്. I'm going to make you fill in the blanks. അയ്യോ വെരി ഈസി. എനിക്ക് ഈസി, ചേച്ചിക്ക് അറിയില്ല. പാട്ടാണോ അതോ ജനറൽ? ഇതെനിക്ക് ഓൾറെഡി ഉത്തരം അറിയാം. ഒരു എക്സാമ്പിൾ ആണ്. ഞാനൊരു പാട്ടുകാരി അല്ലായിരുന്നെങ്കിൽ ഞാനൊരു ടീച്ചറാവുക, മ്യൂസിക് ടീച്ചർ ആയിരുന്നു. അതെനിക്കറിയാം. മ്യൂസിക് ആയിരിക്കും കൂടുതൽ ചാൻസ്. എനിക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ ഡാഷ് ഡാഷ് ആൻഡ് ഡാഷ് ആണ്. 3 സാധനം പറയാം. മധുരം ആണ് ഒന്ന്. ഫുൾ എല്ലാം എല്ലാം മധുരം. പിന്നെ കഞ്ഞി ഇഷ്ടമാണ്. കഞ്ഞി ഇഷ്ടമാണ്. ബാക്കി ചോറ്, ഇഡ്ലി, ഇഡ്ലി, ദോശ. Even I like ദോശ. വരുന്നവർ അത്രയും ക്രീം ബൺ കൊണ്ട് എനിക്ക് ക്രീം ബൺ കണ്ടു മതിയായി എന്നുള്ളതാണ്. ഇല്ല പക്ഷേ ചേച്ചി ക്രീം ബൺ കഴിച്ചാലും ഇല്ല ക്രീം ഇപ്പൊ ക്രീം ബൺ ആദ്യമായിട്ട് അവിടെ നിന്ന് കൊച്ചിയിലത്തെ ഏതോ ഒരു സ്ഥലത്ത് എനിക്ക് സിത്താരയാണ് മേടിച്ചത്. ഞാൻ കണ്ടു അത് ക്രീം ബൺ. ഞാൻ പിന്നെ അങ്ങനെ മനഃപൂർവ്വം വാങ്ങിച്ച് വെക്കില്ല. ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും ഞാൻ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വിജയൻ ചേട്ടൻ ഡാഷ് ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അയ്യോ പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് കിട്ടും. ചേച്ചി പറഞ്ഞു എന്ത് ചെയ്യുമ്പോൾ ദേഷ്യം. ഒരു കാര്യം മതി, ഏറ്റവും ഓർഗനൈസ്ഡ് അല്ലാതിരിക്കുമ്പോ ഞാൻ വൃത്തിയാക്കിയിരുന്നെ വൃത്തിയേടാക്കുമ്പോ ദേഷ്യം. എനിക്ക് പാടാൻ ഏറ്റവും ഇഷ്ടം ഡാഷ് ടൈപ്പ് പാട്ടുകളാണ്. മെലഡിയസ് ആണ്. ദിസ് ഈസ് വെരി സിമ്പിൾ. ചേച്ചിയുടെ ജീവിതത്തിലെ ചെറുപ്പത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ചെറുപ്പത്തിൽ my biggest dream when I was young is biggest dream. ചെറുപ്പത്തിൽ. ഇപ്പം ഐ എം നോട്ട് ആസ്കിങ്. അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും കാണുന്ന ഒരാളല്ല അല്ലേ? ജോലി വേണം. എന്തൊക്കെ നമുക്ക് ഈ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളല്ലേ ഉള്ളൂ. ഇപ്പം ഇന്നും ചേച്ചിക്ക് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. പണ്ട് പായസം ഉണ്ടാക്കാനായിട്ട് കണ്ടൻസ് മിൽക്ക് മേടിക്കൂലേ? കണ്ടൻസ് മിൽക്ക് മേടിക്കുമ്പോൾ ഞങ്ങൾ 3 പേരും ചെന്ന് മമ്മിയുടെ മുമ്പിൽ കൈ നീട്ടും. അപ്പം 1 സ്പൂൺ തരും. അപ്പം നമ്മൾ വിചാരിക്കും ജോലി കിട്ടിയിട്ട് ഒരു കണ്ടൻസ് മിൽക്ക് മേടിച്ച് തന്നെ കഴിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടം. കഴിച്ചിട്ടേ ഇല്ല, ആഗ്രഹം നടന്നിട്ടേ ഇല്ല. ഞാൻ ഇപ്പോഴും കഴിക്കും. ഫുൾ ടിന്നല്ല, ബിക്കോസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചെകിടിക്കും. പക്ഷെ കണ്ടൻസ്ഡ് മിൽക്ക് ഇസ് എ വികാരം. ഓക്കെ ചേച്ചി, പാടാതിരിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ ഏറ്റവും അധികം ഇഷ്ടം ഡാഷ് ആണ്. ക്ലീനിങ്, നോട്ട് കുക്കിംഗ്. ഒതുക്കി പറക്കാനാണ് ഇഷ്ടം. ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കുക്കിംഗ് ചെയ്യാത്ത ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പാചകം ചെയ്യുന്നത് ഇതാണ്, ദോശ. ജസ്റ്റ് പരത്തൽ. മാവുണ്ടാക്കുവോ? ഓക്കെ. ചേച്ചീനെ അടുത്തറിയാവുന്നവർക്ക് അറിയാം. ചേച്ചിയുടെ ഫാൻസ്, ചേച്ചിയുടെ വളരെ അടുത്ത് നിൽക്കുന്ന ഫാൻസ് എന്ന് വിളിക്കുന്നവർ, ചേച്ചിനെ ഇഷ്ടപ്പെടുന്നവർ, സ്നേഹിക്കുന്നവർ, ലോകം ഒട്ടാകെ സ്പ്രെഡായി കിടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ചേച്ചിക്ക് അതിൽ കുറച്ചധികം ആൾക്കാരുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ബോണ്ടും ഉണ്ട് അല്ലെ? ഇന്ന് നമ്മുടെ കൂടെ വീവ് ഗോട്ട് പ്രിയ ചേച്ചി ഹിയർ സിറ്റിംഗ് ദേർ. ചേച്ചിയുടെ വളരെ അടുത്ത ഒരു ഫ്രണ്ടാണ്, ബട്ട് എ ബിഗ് ഫാൻ. അതുപോലെ ചേച്ചിക്ക് ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന ആരെയും ഒഫൻഡ് ചെയ്യാനല്ല, പക്ഷെ എനിക്ക് തന്നെ അറിയാം വളർമതി ചേച്ചി. അങ്ങനെ വളർമതിയെ ഞാൻ എടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഫസ്റ്റ് ആദ്യം ഫാൻ ഞാനൊരു എന്നെ ഇഷ്ടമുള്ള ഒരാളോ അങ്ങനെ നമുക്ക് തോന്നില്ല. അതേത് വർഷമായിരിക്കും? 85.
85. അപ്പൊ അങ്ങനെ ചേച്ചി പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് ആൾക്കാരുണ്ടോ? മതി. പിന്നെ ഒരു ഷർമിള. എവിടെയാ ഷർമിള? ഷർമിള മധുരയിലാണ്. ഓക്കെ ഒരു റാണി, ഓക്കെ. അഞ്ജന. പിന്നെ പിന്നെ എൻ്റെ മക്കളെ പോലെ കുറേ കുട്ടികളുണ്ട്. സൂര്യ, എമിലി, സുധി, നമ്മുടെ പത്മ, ലാവണ്യ, അതുപോലെ കുറേ കുട്ടികൾ. ഇവരൊക്കെ എപ്പോഴും ഞാനായിട്ട് മെസ്സേജ് ഇമെയിലും വഴിയൊക്കെ കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കുട്ടികളാണ്. ഇതിന്റെയൊക്കെ ഉത്ഭവം അവരുടെയൊക്കെ ഫാമിലി കാര്യങ്ങളും അവരുടെ പേഴ്സണൽ കാര്യങ്ങളും എല്ലാം എന്നോട് ഷെയർ ചെയ്യും. ഐ നോ ദിസ്. അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാനത് ചോദിച്ചത്. ഓക്കെ ചേച്ചി, ഞാനൊരു കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു സെഗ്മെന്റിലേക്ക് പോകണം. വെരി ഈസി. യു ക്യാൻ ചൂസ് ദിസ് ഓർ ദാറ്റ്. ഇതോ അതോ ചൂസ് ചെയ്യണം, പക്ഷേ നോ ഡിപ്ലോമസി ആണോ? ഓക്കെ, അങ്ങനത്തെ ഇല്ല, കുറച്ച് അങ്ങനെയൊക്കെ ചോദിക്കും. പ്ലീസ്. ഓക്കെ, പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാൻ പറ്റുന്ന പറഞ്ഞാൽ മതി. ഓക്കെ, സ്റ്റേജ് ഷോസ് ഓർ റിയാലിറ്റി ഷോസ്? എൻജോയ് ചെയ്യുന്ന റിയാലിറ്റി ഷോ. ഓക്കെ, അത് മതി. സ്റ്റേജ് ഷോസ് ടെൻഷനാണ്, നമ്മൾ പറഞ്ഞതല്ലേ. റിയാലിറ്റി ഷോസ്. സിനിമ സംഗീതം ഓർ ഭക്തിഗാനം എന്ന് പറഞ്ഞാൽ സിനിമ മ്യൂസിക് ഓർ റിലീജിയസ് മ്യൂസിക്? കൂടുതൽ എൻജോയ് ചെയ്യുന്നത് പേഴ്സണൽ? അത് രണ്ടും അതിന് വ്യത്യാസമില്ല. പാട്ടുകൾ, എല്ലാ പാട്ടുകളും. ഓ, ഇതൊരു ടഫ് വണ്ണാണ്, ഇത് പറയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ കൂടുതൽ ആരുടെ കൂടെയാണ് എൻജോയ് ചെയ്യുന്നത്? അത് മാത്രം നോക്കിയാൽ മതി. SPB സർ ഓർ ഹരിഹരൻ സർ? അത് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള SPB സാറിനോട്. എനിക്ക് കുറച്ചുകൂടി ടെൻഷൻ കൂടുതൽ ഹരി സാർ ആയിരിക്കും. ഹരിജിയാണോ? അല്ല, രണ്ടുപേരും ഫ്രണ്ട്ലി തന്നെയാണ്. അല്ല, സംഗതികൾ ഇങ്ങനെ ഇട്ട് തരുന്ന. അല്ല, അത് രണ്ടുപേരും മോശമില്ല. കൂടുതൽ സ്റ്റേജ് പോയിട്ടുള്ളത് SPB സാറാണ്. ഓക്കെ, ജലേബി ഓർ ലഡ്ഡു? ബോത്ത്. അത് മഞ്ഞ ജലേബിയാണോ റെഡ് ജലേബിയാണോ? ചൂടായിട്ട് കിട്ടണമെങ്കിൽ ലഡ്ഡു മോത്തിച്ചൂറാണോ നാടനാണോ? നാടൻ. അപ്പൊ ഞാൻ കറക്റ്റാ, ഞാനിവിടെ അത് തന്നെ പറഞ്ഞ. ഗുരുവായൂരപ്പൻ ഓർ മൂകാംബിക ദേവി? രണ്ടുപേരും. മൂകാംബിക ദേവി സംഗീതമാണ്, പക്ഷെ കൃഷ്ണൻ എൻ്റെ ഇവിടെയാണ്. എനിക്കറിയാം. ഇതൊരു ടഫ് വൺ ആണ് ചേച്ചി. വിധു ഓർ സിതാര? പറയാൻ പറ്റൂല. സിതാര എന്ന് പറഞ്ഞോ. രണ്ടുപേരും രണ്ട് കൈ. എനിക്കറിയാം, അത് കുഴപ്പിക്കുന്ന വെറുതെ ഇട്ടതാ. ഓക്കെ, 18 വയസ്സിലെ ചിത്രയോ ഇന്നിവിടെ ഇരിക്കുന്ന ചിത്രയോ? 18 വയസ്സൊക്കെ ഞാൻ ആകെ പേടി, അങ്ങനത്തെ ഒക്കെ എല്ലാരെയും ഭയം, അങ്ങനത്തെ ഒരു സ്റ്റേജ് ആയിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ കുറച്ചും കൂടെ അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ മീറ്റ് ചെയ്ത ചിത്ര ചേച്ചിയിൽ നിന്നും തന്നെ ചേച്ചി ഒരുപാട് വ്യത്യാസം. ലൈഫ് ജീവിതം. അത് പ്രായമായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ പാടാൻ പേടിയുണ്ട് കേട്ടോ. സ്റ്റേജിൽ കയറുമ്പോൾ അപ്പൊ അതിലൊരു പ്രിഫറൻസ് ഉണ്ടോ? ഈ 18 ഇന്നാണ് ചേച്ചി കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ അല്ല, പാടാൻ തന്നെയാണ് കുറെ കൂടെ അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കണം അതല്ല അപ്പൊ നമ്മുടെ കയ്യിലും തൊണ്ടയിലും വരുന്നൊരു. ഇപ്പൊ നമ്മള് പരിമിതികൾ കുറച്ചൊക്കെ വരുന്നു. നമ്മുടെ വയസ്സ് കൂടുന്തോറും നമുക്ക് എല്ലാ കാര്യങ്ങളിലും പരിമിതികൾ അതിൽ വെച്ച് നിന്നുകൊണ്ട് മാക്സിമം നന്നാക്കാൻ ശ്രമിക്കും. ഇല്ലുമിനാറ്റി ഓർ കുതന്ത്രം? പാട്ട് പാട്ടാണ്. അല്ലല്ല, അതല്ല. ഈ രണ്ട് പാട്ടിൽ ഏത് എല്ലാ സ്റ്റേജുകളിലും എല്ലാവരും കൂടുതൽ പെർഫോം ചെയ്ത് കണ്ടിട്ടുള്ളത് ഇല്ലുമിനാറ്റി ആണ്. അപ്പൊ ആദ്യം ഓക്കെ, ഡബ്സി ഓർ വേടൻ? അയ്യോ, റാപ്പ്. രണ്ടുപേരും റാപ്പ് ചെയ്യുന്നവരാണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ആര് ചെയ്യുന്നു, ഞാനത് അക്സെപ്റ്റ് ചെയ്യും. രണ്ടുപേരും നോട്ട് ബാഡ്. ചേച്ചി പറഞ്ഞു തുടക്കം മുതലേ വളരെ പ്രൊട്ടക്റ്റഡ് ആയി വളർന്ന ഒരു കുട്ടിയാണ്. അച്ഛൻ്റെ പ്രൊട്ടക്ഷനിൽ നിന്നും വിജയൻ ചേട്ടൻ്റെ കയ്യിലേക്ക് കൈമാറി ലിറ്ററലി ഹാൻഡ് ഓവർ ആയിരുന്നു. ഇന്നും ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും ഒരു രീതിയിൽ വിജയൻ ചേട്ടൻ അറിയാതെ നടക്കാറില്ല. അപ്പൊ ഈ വിജയൻ ചേട്ടനും ചേച്ചിയും തമ്മിൽ ഇപ്പം വിവാഹം കഴിഞ്ഞിട്ട് 1987 വർഷം, 38 years together. റഫ്ലി നമ്മൾ മാത്തമാറ്റിക്സ് ഒന്നുമില്ല. കറക്റ്റ് ആണ്, ഞങ്ങൾ ചെക്ക് ചെയ്തു. 38 years together. അതില് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ വിവാഹം കഴിക്കാത്ത ആൾക്കാരോട് ഒരു സക്സസ്ഫുൾ മാരേജിന്റെ ഒരു ഫോർമുല എന്താ? സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു
ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് നിൽക്കാൻ. അത് ശരിക്കും ബേസിക്കലി എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഒരുമിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ പലതും വിജയൻ ചേട്ടൻ്റെതും ആവും, വിജയൻ ചേട്ടൻ്റെ പല ഇഷ്ടങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു രീതിയിലാവും പല കാര്യങ്ങളിലും. മുമ്പ് ഞാൻ അങ്ങനെ ആയിരുന്നിരിക്കില്ല, പക്ഷെ കുറെ നാൾ ഒരാളുടെ കൂടെ നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ നമ്മൾ കുറെ അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ വരും. അവർ എന്റെ കുറെ രീതികൾ, എന്റെ അന്ധവിശ്വാസങ്ങളൊക്കെ വിജയൻ ചേട്ടനും കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, എന്തൊരു സന്തോഷ. എന്റെ കുറച്ച് അന്ധവിശ്വാസങ്ങൾ വിജയൻ ചേട്ടന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ രാവിലെ പിന്നെ എന്തെങ്കിലും ഇപ്പൊ ഗ്ലാസോ അല്ലെങ്കിൽ ഈ വേണ്ടാത്ത സാധനങ്ങൾ കൊണ്ട് രാവിലെ കയ്യിൽ തരൂല, രാവിലെ എന്തെങ്കിലും ഒരു നല്ല സാധനം വാങ്ങിക്കണം എന്നുള്ളതാണ് അങ്ങനത്തെ കാര്യം. അതൊക്കെ ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഒന്ന് രാവിലെ കയറ്റി ഞാൻ അവിടെ വെക്കാൻ പറയും. അതൊക്കെ ഇപ്പൊ അത് ചേച്ചിയുടെ കാര്യം എനിക്കും കിട്ടും. എനിക്ക് ജാനും ഉണ്ട് ആ സ്വഭാവം, പിന്നെ കൈ വാങ്ങിക്കരുത്. അങ്ങനത്തെ ചില സാധനങ്ങൾ രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞ ആദ്യം കൊണ്ട് അത് കയ്യിൽ കൊടുക്കില്ല. അപ്പൊ അങ്ങനത്തെ അതുപോലെ മറിച്ച് എന്താ വിജയൻ ചേട്ടന്റെ എന്ത് സ്വഭാവ ചിത്ര ചേച്ചിക്ക് കിട്ടിയേക്കുന്നതെന്ന് എനിക്കൊന്നും അറിയണം. വിജയൻ ചേട്ടന്റെ കുറെ സ്വഭാവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ പലതും ഞാനും ചെയ്യാറില്ല, എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ. ഓക്കെ, ഇപ്പം കുറച്ച് സാധനം ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രശ്നം. എന്തുകൊണ്ടാണ് രഞ്ജിനി സക്സസ്ഫുള്ളി കല്യാണം കഴിക്കാത്തത്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തത്? വാട്ട് വിട്ടുവീഴ്ച? ഐ ഡോണ്ട് നോ ഹൗ ടു. അതല്ല, അത് വിട്ടുവീഴ്ച എന്നൊന്നുമല്ല. എന്നെ പറഞ്ഞ അവിടെ ഒരു കുടുംബം എങ്ങനെയാണ് പിന്നെ ഇരിക്കേണ്ടത്, എല്ലാം അങ്ങനെയല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പല കാര്യങ്ങളും വിട്ടുകൊണ്ട് രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് എൻവയോൺമെന്റിൽ ജീവിച്ച ആൾക്കാർ ഒരുമിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേണം. അതങ്ങനെയാവും. പക്ഷെ ജീവിതകാലം മുഴുവൻ നമുക്ക് നമുക്കായിട്ടൊരാള്, നമ്മുടെ ഒരാള്, അതൊരു ആ ഒരു ഫീലിംഗ് തന്നെ വലുതല്ലേ. അപ്പോ ഫോർ യു हम शादी नहीं करेंगे, आप करो, आप happy. അല്ലല്ല വിജയൻ ചേട്ടൻ മതി. അയ്യോ എനിക്ക് വേറെ ആളായിട്ട് ഐ കാൻറ്റ് ഇമാജിൻ. ഓക്കെ ചേച്ചി, ഐ വോണ്ട് ടു ക്വിക്ക്ലി ആസ്ക് യു ദിസ്. ഓക്കെ, അയ്യോ അപ്പൊ എസ്റ്റാബ്ലിഷ് ചെയ്തു കല്യാണം കഴിക്കുന്നില്ല എന്ന്? അതൊന്നും പറയാൻ പറ്റില്ല ചേച്ചി. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റാത്തൊരു ലോകത്തായതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇല്ല എന്നൊന്നും പറയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഹോപ്പ് വെക്കാമല്ലോ. ഹോപ്പ് ഒന്നും വെക്കരുത്, ഞാൻ വെച്ചോളാം, ചേച്ചി വെക്കണ്ട. യു ഡോണ്ട്. ഓ ഗോഡ് ചേച്ചി, വിജയൻ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ചിത്ര ചേച്ചി പാടുന്ന പാട്ട് ഏതാ? നമുക്ക് ചേട്ടനെ ഒന്ന് മസ്കി അടിക്കാതെ കൂടെ. വിജയൻ ചേട്ടന് ഇഷ്ടമുള്ള കുറെ പാട്ടുകളുണ്ട്. പിന്നെ മാലേയം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ശരത്തിന്റെ തന്നെ ഒടുവിലൊരു ശോണരേഖയായി മറയുന്നു എനിക്കിഷ്ടമുള്ള പാട്ടാ. ചില സ്പെഷ്യൽ സോങ്സ് ഉണ്ട് വലിയ ഇഷ്ടമുള്ള പാട്ട്. ചേച്ചി ഞാനും പൂവുള്ള ഇഷ്ടമായിരുന്നു ഒരു കാലത്ത്. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് എന്നറിയാമോ? ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ എന്നൊരു പാട്ട്. അത് ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും ഇഷ്ടം ജാനകി മാഡം. എല്ലാ പാട്ടുകളും അതിനകത്ത്. പക്ഷേ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞിട്ടുള്ളത് അതിടുന്നെൻ ഗാനം കേൾക്കാൻ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാടാൻ പറയാറുള്ള ഒരു പാട്ട്. അങ്ങനെ പാട്ട് പണ്ട്, ഇപ്പൊ അല്ല, ഇപ്പൊ പറയാറില്ല. ഇപ്പൊ വേറെ ഏതൊക്കെയോ പാട്ടിലൊക്കെ വിജയൻ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേട്ടോ. വേറെ ആരെങ്കിലും ഒക്കെ കേട്ടോളൂ. No, but let me tell you, I strongly believe that Chitra Chechi and Vijayan Chetan, I love Vijayan Chetan also. ചേച്ചിക്ക് അറിയാം, Chitra Chechi Vijayan Chetanum ഈസ്റ്റും വെസ്റ്റും ആണ്. പക്ഷെ ഇവരെ ഒരുമിച്ച് കാണുമ്പം ഇവരുടെ ഒരു ബന്ധം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഒരു സംഭവമാണ്. ചിത്ര ചേച്ചീനെ ഈ ഒരു റൂട്ടിൽ ഇഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ വിജയൻ ചേട്ടനെ ആ ഒരു റൂട്ടിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. കുറച്ച് അടിപിടി ബഹളം ആണെങ്കിലും ഒരു തൂത്തുമേമയാണല്ലേ എപ്പോഴും. ബട്ട് സംവെയർ ഈസ് വെരി റെസ്പെക്ട്ഫുൾ മാൻ ആൻഡ് ഐ ഗെറ്റ് അദ്ദേഹം എവിടെയാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ആൻഡ് ഐ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ചേച്ചിയും വിജയൻ ചേട്ടൻ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. ഓഫ് കോഴ്സ് ഇറ്റ്സ് നോട്ട് ഈസി. ഏത് ബന്ധമായാലും മാരേജ് ഇസ് എ കോംപ്ലിക്കേറ്റഡ് ജേർണി. ബട്ട് അതങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ ഞാൻ അവിടെയാ ചേച്ചി, ഞാൻ അതൊന്നും ഒരിക്കലും മാറില്ല. ബിക്കോസ് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ഐ ഹാവ് ടു ആസ്ക് ദിസ്. കുസൃതികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ചേച്ചി അല്ലേ? ചേച്ചി എന്തെങ്കിലും കുസൃതി ചെയ്തിട്ടുണ്ടോ? കണ്ടുണ്ട്, എനിക്കൊരെണ്ണം അറിയാം, പക്ഷെ ഞാൻ പറയില്ല. ചെറുത്, അതാർക്കും അറിയണ്ട. കുസൃതി അല്ല, ചെറിയ ചെയ്തിട്ടുണ്ട്. എങ്ങനത്തെ? പക്ഷെ ഞാൻ സ്കൂളിൽ നിന്ന് അങ്ങനെ സ്കൂളിൽ ക്ലാസ് കട്ട് ചെയ്ത് പോവുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഗുഡ് ഗേൾ ആയിരുന്നു. അതൊന്നുമില്ല. പക്ഷെ എങ്ങനത്തെ ചെറിയ കുസൃതി ആയിരിക്കും? കട്ട് തിന്നുക, കട്ട്
കട്ടെടുക്കുക. കട്ടെടുക്ക, എനിക്കറിയാം. ആരുടെന്ന് കട്ടെടുക്ക? വിജയൻ ചേട്ടൻ്റെ. എന്ത് കട്ടെടുക്ക? I know this so. Oh my gosh. ചേച്ചി സിനിമ കാണാൻ ഇഷ്ടമാണ്? വലിയ ഇഷ്ടം. ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈപ്പ് ഓഫ് സിനിമ? ഫീൽ ഗുഡ് മൂവീസ്, പിന്നെ കുറച്ച് ഹൊറർ ഇഷ്ടമാണ്. പക്ഷെ ആ രക്തം കത്തിക്കുത്ത് അതൊന്നും അപ്പൊ ഇഷ്ടം. ഏത് ലെവൽ ഹൊറർ? പ്രേതം. മറ്റേ അതായത് ഈ എനിക്ക് അതായത് ടെൻഷൻ അടിച്ച് കാണുന്നത് ഈ നമ്മുടെ ഈ ഇതില്ലേ എന്തെന്ന് പാരാനോർമൽ അതൊക്കെ ഇഷ്ടാ? അങ്ങനത്തെ ഒക്കെ കണ്ടിട്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കാണൂല. ഫ്ലൈറ്റിൽ എല്ലാവരും ഇത്രയും ആൾക്കാർ ഞാൻ കാണും. അപ്പൊ എനിക്ക് ധൈര്യമുണ്ട് ഇത്രയും പേര് കൂടെ ഒറ്റയ്ക്കിരുന്ന് കാണും. അപ്പൊ ഇത് കണ്ടിട്ടുണ്ടോ മറ്റേ എമിലി റോസ് എക്സർസിസം? അതൊക്കെ കണ്ടിട്ട്. എക്സർസിസം ഓഫ് എമിലി റോസ് ഉണ്ട്. അതൊക്കെ കണ്ടിട്ട്. ഓ ഇതുണ്ട്, ദ നൺ, അതും ഓർഫൻ. അതും മൈ ഗാഷ്, വെൽ ഡൺ. അപ്പൊ നമ്മളൊക്കെ ഒരേ റേഞ്ചാണ്. ചേച്ചിക്ക് ഈ ഒരു ബിസി ലൈഫിൽ ഈ ചേച്ചി സ്വിച്ച് ഓഫ് ചെയ്യുന്ന എന്ത് ചെയ്തിട്ടാണ്? പാട്ടല്ലാതെ. പാട്ട് എനിക്കറിയാം കേൾക്കാനും. മൊബൈലിലും ഇതിലൊക്കെ ഞാൻ കാൻഡി ക്രഷ് കളിക്കും, ബേർഡ് സോട്ട് കളിക്കും, കളർ സോട്ട് കളിക്കും, ഹിഡൻ ഓബ്ജക്ട്സ് കണ്ടുപിടിക്കും. അതൊക്കെ ഫ്ലൈറ്റിലൊക്കെ ഇരുന്നത് തന്നെ ഞാൻ. അപ്പൊ എനിക്ക് വോയിസിന് റെസ്റ്റ്, ബ്രെയിൻ പവർ, അത് അൽസൈമേഴ്സ് വരാനുള്ള ഗെയിം. സോളിറ്റയർ ഒക്കെ കളിക്കോ? ബുദ്ധി കളിയൊന്നുമില്ല. എല്ലാം സിമ്പിൾ. പിൻ, ഫുൾ പിൻ. അതറിയില്ല, ഞാനിതൊന്നും കളിക്കില്ല. കുറച്ച് ബുദ്ധിപരമായ ഗെയിംസ് വേണം ചേച്ചി എനിക്ക്. ബുദ്ധി വേണം. എന്ത് ബുദ്ധിയാ വേണ്ടത്? നമ്മൾ റോങ് ആയിട്ടൊരു പിന്ന് വലിച്ചു കഴിഞ്ഞാൽ എല്ലാം പോകും. ഓ വാവ്, അത് ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടതാണ്. വണ്ടർഫുൾ. ഞാനിത് കളിക്കുന്നിട്ട് ഇത് ചേച്ചി ഭയങ്കര even I'm feeling it. ഡൗൺലോഡ് ചെയ്ത് കളിച്ചു നോക്കും. Oh my gosh, ചേച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ളത് എന്താ? What is your greatest fear? പേടി പാമ്പുകൾ. എനിക്ക് പേടിയാണ്. എന്താ എനിക്കറിയില്ല. അത് ചിലപ്പോൾ സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉണർന്നു. എൻ്റെ പണ്ടൊക്കെ കൊച്ചിലേക്ക് നമ്മുടെ പുറത്തിങ്ങനെ പോകുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അതെനിക്ക് പേടിയാണ്. ഇന്നത്തെ കാലത്തെ പാട്ടുകാരെ കുറിച്ച് ചേച്ചി ഇത്രയും അധികം റിയാലിറ്റി ഷോസ് ചെയ്യുമ്പം അവരിലുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ചേച്ചി കണ്ടിരിക്കുന്നതും കുറെ കൂടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ക്രിയേറ്റിവിറ്റി കൂടുതൽ ഇപ്പോഴത്തെ കുട്ടികൾ ഉണ്ടാകുന്നു. അവർക്ക് സെൽഫായിട്ട് കമ്പോസ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അന്നത്തെ കാലത്തൊക്കെ ഒരു സിനിമയൊക്കെ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ആൽബം ഒക്കെ ചെയ്യാനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ സ്വന്തം നമുക്ക് റെക്കോർഡ് ചെയ്ത് പാട്ടിടാം. അതെ, അവർക്ക് എല്ലാ ഫെസിലിറ്റി. ഇപ്പൊ കമ്പ്യൂട്ടർ, ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് മ്യൂസിക് അവർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെയൊന്നും അല്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവർക്ക് വഴികൾ ഒരുപാടുണ്ട്. അവരെ ഒന്ന് പുറത്തേക്ക് ഷോക്കേസ് ചെയ്യാനുള്ള അത് അവരുടെ അഡ്വാൻറ്റേജ്. അവർക്ക് ഇമ്പ്രൂവ്മെന്റ് വേണ്ട ഒരു ഏരിയ കൊച്ചുങ്ങൾക്ക് ഈ പാട്ടുകാർ. അത് ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയാറുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പാട്ട് കേട്ടോണ്ടിരുന്നതും ഇപ്പോഴത്തെ കുട്ടികൾ കേൾക്കുന്നതിനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കാരണം ചെറിയ ചെറിയ ന്യൂവാൻസസ് വരെ നമ്മുടെ മനസ്സിൽ കയറുന്നത് ഇവർ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ. അപ്പം അല്ലെങ്കിൽ നമ്മളിത് പഠിക്കാൻ വേണ്ടി പഠിച്ചിട്ടില്ല, പക്ഷെ കേട്ടത് വെച്ചിട്ടാണ് നമുക്ക്. അപ്പം ആ കേൾക്കുന്നതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ പിക്ചറൈസേഷനിൽ അതിലെല്ലാം പോകുന്നു. പണ്ട് റേഡിയോ മാത്രം. അപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ വേറെ എങ്ങും പോകുന്നില്ല, ഓൺലി ആ മ്യൂസിക്കിൽ മാത്രം. അത് ഭയങ്കര ഇതാണ്. അതൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. ചേച്ചി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഏത് ഭാഷയിലെ പാട്ടുകളാ? ചെറുപ്പകാലത്ത് കൊച്ചിലെ മുഴുവൻ മലയാളമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തമിഴ് കേട്ടത്. മലയാളം പറയുമ്പോൾ ജാനകിയമ്മ, സുശീലാമ്മയൊക്കെ പാടിയ മലയാള പാട്ട്. വാണിയമ്മ, ഈശ്വരിയമ്മ, അതെ, ജിക്കിയമ്മ, വസന്ത അമ്മ. അപ്പൊ ഈ പുതിയ ജനറേഷനിലെ പാട്ടുകാർ ആരുടെയൊക്കെ പാട്ടുകളാ ചേച്ചി കേൾക്കാറ്? പുതിയ ജനറേഷന്റെ ജ്യോത്സ്ന, റിമി, സിത്താര, വിധു, വിജയലക്ഷ്മി. ഇപ്പോഴത്തെയൊക്കെ കൂടുതലും നമ്മൾ റിയാലിറ്റി ഷോന് വന്നിരിക്കുമ്പോൾ കേൾക്കാറുണ്ട് പലപ്പോഴും. പിന്നെ അല്ലാത്ത നമ്മൾ സിനിമ കാണുമ്പോഴും ഈ പറഞ്ഞ മാതിരി ചില പാട്ടുകൾ ആരാണെന്നുള്ളത് അറിയാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. ഓക്കെ, ചേച്ചി വല്ല റാപ്പോ അങ്ങനത്തെ വല്ല പാട്ട് പാടിയിട്ടുണ്ടോ? കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ, ഇംഗ്ലീഷ് ടൈപ്പ് പാട്ടുകൾ? ഊടു ഒന്നും ചെയ്തില്ലേ പണ്ട്, രഗ രാഗ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഫാസ്റ്റ് ആയിട്ടുള്ള ലൈൻസ് എനിക്ക് വരും. റാപ്പ് ചെയ്യുന്ന ഒരാളൊരു മുഖം മൂടി ഇട്ടിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. സോ മേ ബി ഏർലി 90s ഓൾസോ. ചേച്ചിക്ക് എന്താ പറയാ, കുറച്ച് പെട്ടെന്ന് നാണമൊക്കെ വരുന്ന ഒരു കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഒതുങ്ങി കൂടി നല്ല സ്വഭാവമുള്ള
സുശീല സുന്ദരി ഒക്കെ ആയ ചിത്ര ചേച്ചിക്ക് ഇങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ ആൾക്കാർ സ്റ്റേജിൽ കയറുമ്പോൾ എൻ്റെ ഒരു ജോലിയുടെ ഭാഗമാണ് ഞാൻ ഒരു സ്റ്റേജിലേക്ക് ആളെ വിളിക്കുമ്പോൾ നമ്മൾ അവരുടെ എനിക്കറിയാം എനിക്കെന്താ ഭയങ്കര ഒരു ചമ്മലാണ്. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ ഇൻട്രോ നേരത്തെ എടുത്ത് വെച്ച ഞാൻ കുറച്ച് പൊക്കിയിട്ടുണ്ട്. എനിക്ക് എന്നെ ഇരുത്തിക്കൊണ്ട് ഒരുപാട് പൊക്കുന്നത് ഞാൻ വേറെ ആരെയും അതുപോലെ ഇരുത്തിക്കൊണ്ട് പൊക്കാം. നമ്മളെന്തോ ഒരു ആർട്ടിഫിഷ്യൽ ആയി പറയുന്ന പോലെ ആർട്ടിഫിഷ്യൽ നല്ല സത്യം തന്നെ ആയിരിക്കും. പക്ഷെ അവരെ ഒരുമാതിരി നമ്മൾ മണിയടിക്കാൻ പറയണ പോലെ അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നും. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇതാവാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഇതിലേക്ക് ചുരുങ്ങിപ്പോകും. ഞാനിപ്പോ എന്തെങ്കിലും ഇവന്റ് ഒക്കെ തന്നെ ഇപ്പം സെലിബ്രേറ്റിംഗ് എന്നെ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇപ്പൊ വരുന്നുണ്ടല്ലോ 45 വർഷം. അല്ല ഞാൻ പറഞ്ഞ ദേവി ചെയ്ത് അങ്ങനെ ഓരോരുത്തരെയായിട്ട് സ്റ്റേജിൽ വിളിച്ച് ഇങ്ങനെ അങ്ങ് പറയിപ്പിക്കരുത്. എന്തായാലും അങ്ങനെ വിളിക്കുമ്പോ നല്ലത് അവർക്ക് പറയാനേ പറ്റൂ. ചിലപ്പോ ഇഷ്ടമുള്ള ആൾക്കാർ പോലും ആയിരിക്കത്തില്ല. എന്നെ ഞാൻ പാടുന്ന ഇഷ്ടപ്പെട്ട ആൾ പോലും ആയിരിക്കില്ല. പക്ഷെ അങ്ങനെ ഒരാളിനെ കൊണ്ട് എന്തിനെങ്ങനെ പറയിപ്പിക്കുന്നത് ഞാൻ ദേവിയത് എനിക്ക് അതിന് താല്പര്യമില്ല. അങ്ങനെ വിളിക്കാൻ അങ്ങനെ വേണ്ട ഞാൻ പറയും. ആദ്യമേ തന്നെ പറയും. ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ബാക്കിയുള്ളവരെ പറയുന്നത് വിട്. സ്വന്തം നമ്മളെല്ലാവരും നമ്മളെ സ്വന്തമായി വിലയിരുത്തണം എന്നൊരു ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. ചിത്ര ചേച്ചി സ്വന്തമായി വിലയിരുത്തുമ്പോൾ ചിത്ര ചേച്ചിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താ? ചേച്ചിക്ക് ഇഷ്ടമല്ല നല്ല ക്വാളിറ്റി ഞാൻ അത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നതും എല്ലാം അത് യു ലൈക്ക് ഇറ്റ്. അതെനിക്ക് ഇഷ്ടമുള്ള എന്റെ സ്വഭാവത്തിൽ എനിക്ക് ഇഷ്ടമുള്ള. ഇഷ്ടമല്ലാത്തെന്ന് പറഞ്ഞാൽ ഈ ഞാൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയും ഇങ്ങനെ ഗെയിം കളിച്ച് ഇങ്ങനെ സമയം കളയുന്നേക്കാളും എന്തെങ്കിലും പാട്ടിനെ കുറിച്ച് കൂടുതൽ ഞാൻ കൂടുതൽ പഠിക്കൂ, അത് ചെയ്യൂ, മറ്റുള്ള പല ജോണേഴ്സ് കേൾക്കൂ എന്നൊക്കെ പറയാറുണ്ട്. ചില ഈ വെസ്റ്റേൺ ഒന്നും എനിക്ക് പലരുടെയും പേര് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. മൈക്കിൾ ജാക്സൺ, മഡോണ, അതൊക്കെ അറിയാം, അവരെയൊക്കെ അറിയാം. ബ്രിട്നി സ്പിയേഴ്സ് അറിയാം. ലേഡി ഗാഗ വരെ അറിയാം. ബില്ലി ഐലിഷ്. ഇൻട്രസ്റ്റിംഗ്, കൊള്ളാം. ഇവരൊക്കെ എന്താ സബ്രീന കാർപെൻറ്റർ. എനിക്കും അറിയില്ല ചേച്ചി, ഞാനും വിട്ടുപോകുന്ന സമയം തുടങ്ങി. ഓക്കെ, പതുക്കെ ഞാൻ നമ്മുടെ ഇതിൻ്റെ ഒരു അവസാന ഭാഗത്തിലേക്ക് എത്തുകയാണ്. സോ നമ്മൾ ഇന്നിവിടെ ഒരു ഈ ഒരു ഗ്രീൻ റൂമിൽ ഇരിക്കുമ്പം ഒരു പുതിയ ഒരു ലൈഫിൻ്റെ 45 ഇയേഴ്സ് കഴിഞ്ഞ ഇൻ യുവർ മ്യൂസിക്കൽ വേൾഡ് അടുത്ത സ്റ്റേജിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചോളൂ. ഉണ്ടല്ലോ ഇനിയും വർഷങ്ങൾ. എന്തെങ്കിലും സംഗീത ലോകത്ത് ആഗ്രഹങ്ങളുണ്ടോ കെ എസ് ചിത്രയ്ക്ക് മ്യൂസിക്കലി? ഞാൻ ആഗ്രഹിച്ചതിനേക്കാളൊക്കെ എത്രയോ മേലെയല്ലേ എന്നെ ദൈവം കൊണ്ടുവിട്ടു. ഞാൻ ഇത്രയൊന്നും ഞാൻ എക്സ്പെക്റ്റ് പോലും ചെയ്തിട്ടില്ല. ഉണ്ടായിരിപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പാടാൻ പറ്റുന്നിടത്തോളം കാലം പാടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറൊന്നും അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. എത്രത്തോളം പാടാൻ പറ്റുന്ന എല്ലാവരുടെ അടുത്ത് പാട്ടുകാരോട് ആരോട് ചോദിച്ചാലും മരിക്കുന്നവരെ പാടണം എന്ന് പറയും. പക്ഷെ അത്രയും നമുക്ക് പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമുക്ക് ആൾക്കാരെ അയ്യോ മോശം എന്ന് പറയുന്ന ലെവലിൽ പോകരുത്, മുമ്പ് നിർത്തണം. എന്താ അവർ പറയല്ലോ, നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തണം. അതാണ് ചേച്ചിക്ക് ഉള്ളൊരാഗ്രഹം അല്ലേ? പറ്റുന്നതുവരെ കുറച്ചും കൂടെ ഒക്കെ പറ്റുന്നവരെ പാടുക. അത് കഴിഞ്ഞ് പിന്നെ സ്വസ്ഥം ഗൃഹഭരണം. ബട്ട് ഇനി ഞാൻ ഈ ഒരു ഷോയിൽ ഞാൻ കൊടുക്കുന്നൊരു ഓഫറാണ്. ഓക്കെ ചേച്ചി, ഇത്രയും നേരം ഞാൻ ചേച്ചിയുടെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ചിത്ര ചേച്ചിക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ പറയണം, ഇപ്പം ചോദിക്കാം. കല്യാണം അത് നമ്പർ അത് ചോദിച്ചിട്ട് കാര്യമില്ല. കല്യാണം കഴിച്ചുകൂടെ? അതെ, അതെനിക്കറിയാം, അത് പറ്റില്ല. രഞ്ജിനിയുടെ അംബിഷൻ എന്ത് ചെയ്യണം? ഇനിയോ അംബിഷ്യസേ അല്ലാത്ത ഒരാളാണ് രഞ്ജിനി. ഞാൻ വളരെ വലിയ മടിച്ചിയാണ്. ഒന്നും ചെയ്യാതെ ഇങ്ങനെ കാശ് വന്നുകൊണ്ടിരുന്ന ലോകം കറങ്ങാൻ ചുറ്റിക്കൊണ്ട് കാണാൻ ആഗ്രഹമുള്ള ഒരാളാണ്. എൻ്റെ അമ്മയും ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ മര്യാദയ്ക്ക് ചെയ്യാൻ നോക്കും. പക്ഷെ ഞാൻ വർക്കഹോളിക് ഒന്നും അല്ല. ഞാൻ ഏറ്റെടുത്താൽ ഞാൻ വളരെ നന്നായി ചെയ്യും. പക്ഷെ ഞാൻ ഭയങ്കര സ്ട്രെസ് എടുക്കുന്ന ആളാണ് അതിൽ. അപ്പോൾ ഞാൻ തന്നെ ഭ്രാന്തായി പോകും. അപ്പോൾ എനിക്ക് ഭ്രാന്തൊന്നും ഇല്ലാതെ സമാധാനത്തിൻ്റെ പാതയിൽ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നേടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വീടിന് വീട്, കുടുംബം, അമ്മ, ശ്രീകുട്ടൻ, ഒരു ചെറിയ ഫാമിലി, കുറേ ആനിമൽസ്. എനിക്കൊരു ആനിമൽ ഷെൽട്ടർ ഉണ്ടാക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. മൃഗങ്ങൾക്ക് വേണ്ടി എനിക്ക് എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ. ഞാൻ ഈ മൃഗങ്ങളോടുള്ള സ്നേഹം എത്ര കുഞ്ഞിലെ മുതൽ ഉണ്ടായിരുന്നു? ഇല്ല, കുഞ്ഞിലെ മുതൽ എന്ന് പറഞ്ഞാൽ ചേച്ചി അത് ഒരു നമ്മൾ പഠിച്ച് കുറേ അറിവിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ കണ്ടീഷനിങ് എന്ന് പറയില്ല. ഇപ്പോൾ ചേച്ചിയുടെ കൺസർവേറ്റീവ് നേച്ചർ, ചേച്ചിയുടെ ഒരു കണ്ടീഷനിങ് ആണ്. നമ്മളും ഈ ചുറ്റും കാണുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ ആവും. പിന്നെ പതുക്കെ ഈ അനിമൽ അബ്യൂസ് കണ്ടിട്ടാണോ അങ്ങനെ ഒരു ഇത് വന്നിട്ട്? അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് പതുക്കെ തോന്നിയത്. പക്ഷെ ഇപ്പോഴും മാറാൻ കുറേ ഇരിക്കുന്നു നമ്മളെല്ലാവരും. പക്ഷെ എല്ലാ ദിവസവും അതിന് മാറ്റം. പക്ഷെ എനിക്കൊരാഗ്രഹം ഇതാണ്, ഒരു ആനിമൽ ഷെൽട്ടർ എന്തെങ്കിലും
ഉണ്ടാക്കണം. അത് ഞാൻ തന്നെ കുറച്ചുകൂടെ പ്രായമാകുമ്പം എൻ്റെ ഈ മെറ്റീരിയലിസ്റ്റിക് മോൺസ് ഒക്കെ മാറുമ്പോൾ ഞാൻ തന്നെ ചെയ്യും എന്നാണ്. അപ്പം ഞാൻ കാശും ചോദിച്ചു വരും കേസ് എത്ര എടുത്ത്, ചേച്ചി ഡൊണേഷനായി ചേച്ചി കുറച്ച് കാശ് തരൂ, അപ്പൊ തരണം കേട്ടോ പ്ലീസ്. അത് ചേച്ചി നമ്മുടെ പോരെ കുറെ സംസാരിച്ചില്ലേ ചേച്ചി. ഓക്കെ, ഐ വോണ്ട് ടു സേ ബിഫോർ ഐ സേ എനിത്തിങ്, ഐ ലവ് യു സോ മച്ച്. എനിക്ക് ലോകത്തെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതെപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. ഇനിയും ചേച്ചി ജീവിതത്തിന്റെ വിജയങ്ങൾ എത്തട്ടെ. ജീവിതത്തിൽ കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഫേസ് ചെയ്ത ഒരാളാണ്. ബട്ട് യുനോ എന്താ പറയാ, ഓൺവേർഡ്സ് ആൻഡ് അപ്വേർഡ്സ്, ബി സ്ട്രോങ്. എനിക്ക് രഞ്ജിനിക്ക് പറയാനുള്ളത്, ഇതൊരു പുതിയ വെഞ്ചർ ആണല്ലോ, ഞാൻ തുടങ്ങി നന്നായിട്ട് പോണേ. ഒത്തിരി ആൾക്കാരുടെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ലെവലിൽ എത്തട്ടെ. അതിന് എൻ്റെ എല്ലാ ബെസ്റ്റ് വിഷസും ഞാൻ അങ്ങോട്ട് വന്നേ കൈ, ഈ കൈ തുടരുത്. താങ്ക് യു സോ മച്ച്. ചിത്തു ചേച്ചിയാണ് എൻ്റെ ഷോയിലെ ആദ്യത്തെ ഗസ്റ്റായി എത്തിയത്. ഐ ഹാവ് നോ ഡൗട്ട്. എനിക്കതിൽ ഞാൻ പറഞ്ഞില്ല, ഇനി ഞാൻ ഷോ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറയുന്നത് ചെയ്യണം, ഒരുപാട് ചെയ്യണം. ഡൺ. അപ്പൊ ചേച്ചി ഫൈനലായിട്ട് ഒരു പാട്ടും പാടി നമുക്ക് ടാറ്റയും പറഞ്ഞ് പോകാം. ഞാൻ പാടും, ഇപ്പൊ പാടും. ഞാൻ ഏത് പാട്ട് വേണമെന്ന് പറഞ്ഞാൽ ചേച്ചി പഠിക്കാൻ നാട്ടിക്കരുത്. ചേച്ചി പാടും. No, ചേച്ചി, I can only do Hindi. I don't do Malayalam. I can't do PM Basanti. That's too tough. ചേച്ചി പാടും. ഞാൻ പറഞ്ഞോളാം, ഞാൻ കൂടെ വന്നോളാം. I can do Kannadumbi, I can do ആയിരം കണ്ണുമായി. ആരുടെയാ? കാത്തിരുന്നു. അയ്യോ എൻ്റെ വെസ്റ്റേൺ ആയി പോകും. 1 2 3 4. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി. Thank you so much.